ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു രക്ഷകഥ കേട്ടാലോ? ഈ കഥ ഞാൻ നമ്മുടെ ഈ ചാനലിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അന്ന് നമ്മുടെ ഈ ചാനലിൻ്റെ പേര് മാളൂസ് സ്റ്റോറി എന്നായിരുന്നു. നിങ്ങളിൽ ചിലർ ഈ കഥ കേട്ടതാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. എന്നാൽ കഥ കേട്ടോളൂ. മഹാമാന്ത്രികനായ കാരിക്കോട് മനയിലെ നമ്പി. കാരിക്കോട് നമ്പി എന്നറിയപ്പെടുന്ന നമ്പി ഇന്ന് ഏറെ അവശനാണ്. പ്രായം 98 എത്ര വലിയ മാന്ത്രികനാണെങ്കിലും മരണത്തെ മറികടക്കാനുള്ള വിദ്യകളൊന്നും നമ്പിയും വശത്താക്കിയിരുന്നില്ല. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, വിശാലമായ നാലുകെട്ട്, കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന തെങ്ങിൻതോപ്പ്, ഇതെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ഒരു നെന്മണി പോലും കയ്യിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു യാത്രയ്ക്ക് കാരിക്കോട് നമ്പി തൻ്റെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. ആ സന്ധ്യാസമയത്ത് കാരിക്കോട് മനയുടെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന മതിലിലിരുന്ന് ഒരു കാലൻ കോഴി നീട്ടി മൂളി. നമ്പിയുടെ 4 മക്കളിൽ മൂത്ത മകളായ രാജലക്ഷ്മി പൂമുഖത്ത് കത്തിച്ചു വെച്ചിരുന്ന നിലവിളക്കിന് മുന്നിലിരുന്ന് സന്ധ്യാനാമം ചൊല്ലുകയാണ്. രാജലക്ഷ്മിയുടെ താഴെയുള്ള മറ്റു 3 പേരും അകത്ത് കൊണ്ടുപിടിച്ച ചർച്ചയിലാണ്. നമ്പിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടെന്ന് വണ്ണം അദ്ദേഹത്തിൻ്റെ 4 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കാരിക്കോട്ടുമനയിൽ വന്നു ചേർന്നിട്ടുണ്ട്. കണക്കില്ലാത്ത നമ്പിയുടെ സ്വത്തുക്കളിലാണ് എല്ലാ ബന്ധുജനങ്ങളുടെയും കണ്ണ്. പ്രായാധിക്യം കൊണ്ടുള്ള വിഷമങ്ങൾ നമ്പിക്കുണ്ടായപ്പോൾ മുതൽ മൂത്ത മകളായ രാജലക്ഷ്മി തൻ്റെ മകനോടൊപ്പം കാരിക്കോട് മനയിൽ വന്ന് താമസിക്കുകയാണ്. പൂമുഖത്തെ സന്ധ്യാനാമം നിലച്ചപ്പോൾ നമ്പി തനിക്ക് ചുറ്റും നോക്കി. ചിത്രപ്പണികൾ നിറഞ്ഞ ഈട്ടിക്കട്ടിലിനരികിലെ തൂക്കുവിളക്കിലെ തീനാളം മങ്ങി മങ്ങി കത്തിക്കൊണ്ടിരുന്നു. തൂക്കുവിളക്കിലെ വെളിച്ചം എത്തിച്ചേരാത്ത മുറിയുടെ മൂലകളിൽ തങ്ങി നിന്ന ഇരുട്ടിൽ വ്യക്തമല്ലാത്ത എന്തൊക്കെയോ രൂപങ്ങൾ തന്നെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നതായി നമ്പിക്ക് തോന്നിത്തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം കിടന്ന മുറിയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. നമ്പി ചെരിഞ്ഞൊന്ന് നോക്കി. ആജാനുബാഹുവായ ആരോ ഒരാൾ മുറിയിലേക്ക് കയറി വന്നു. വെള്ളെഴുത്ത് ബാധിച്ച നമ്പിയുടെ നേത്രങ്ങൾക്ക് അകത്തേക്ക് കയറി വന്ന ആളെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ തൻ്റെ കാൽപാദങ്ങൾ തൊട്ട ആ ചൂടേറിയ കൈത്തലങ്ങളെ നമ്പി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ശിവരാമൻ, രാജലക്ഷ്മിയുടെ ഒരേയൊരു മകൻ ശിവരാമൻ. മുത്തശ്ശന് കുടിക്കാൻ വെള്ളം വേണോ? കഴിക്കാനുള്ള പൊടിയരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്, അത് കൊണ്ടുവരട്ടെ? നമ്പി ശിവരാമന്റെ മുഖത്തേക്ക് നോക്കി. ശേഷം തൻ്റെ വിറയാർന്ന കൈകൾ ഉയർത്തി ശിവരാമന്റെ കയ്യിൽ പിടിച്ച് അവനെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തി. ഏറെ നേരം ഇമകൾ അനക്കാതെ നമ്പി തൻ്റെ ചെറുമകന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം തൻ്റെ മൂത്ത പേരക്കുട്ടിയായ ശിവരാമനെ മറ്റു ചെറുമക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. വയ്യാതായ കാലം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യവും നോക്കുന്നത് അവനാണ്. പടിഞ്ഞാറ് വശത്തുള്ള മനയിലെ മാവിൽ നിന്നും വീണ്ടും കാലൻ കോഴി പതിവിലും ഉച്ചത്തിൽ മൂളാൻ തുടങ്ങിയപ്പോൾ നമ്പിയുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. ശിവരാമ, ഈ രാത്രി ഇരുട്ടി വിളിക്കുന്നത് കാണാൻ ഞാനുണ്ടാവില്ല. നമ്പിയുടെ വിറയാർന്ന ശബ്ദം കേട്ട ഉടനെ ശിവൻ നമ്പിയുടെ വാ പൊത്തിക്കൊണ്ട് പറഞ്ഞു, മുത്തശ്ശൻ എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? ഇന്ന് രാത്രി മുഴുവനും മുത്തശ്ശനരികിൽ ഞാൻ കൂട്ടിനിരിക്കുക. എൻ്റെ കുട്ടി ഉറക്കമിളക്കേണ്ട ഒരു ആവശ്യവുമില്ല. എനിക്ക് പോകാനുള്ള സമയം അടുത്ത് വരികയാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് മുമ്പ് വിട പറഞ്ഞു പോയ നിന്റെ മുത്തശ്ശിയെയും പ്രിയപ്പെട്ട മറ്റു ബന്ധുജനങ്ങളെയും എനിക്ക് 1-2 ദിവസമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കൂടെ കൂട്ടാനായി അവർ തിരക്ക് കൂട്ടുകയാണ്. മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നത്? നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചില സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. മരണത്തെ തടുക്കാൻ മനുഷ്യനായി പിറവിയെടുത്ത ഒരാൾക്കും കഴിയില്ല. പോകുന്നതിന് മുമ്പായി എനിക്ക് നിന്നോട് മാത്രം ചിലത് പറയാനുണ്ട്. എൻ്റെ അവസാനം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പലരും മനയിൽ താമസം ഉറപ്പിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും കണ്ണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതും പാരമ്പര്യമായി കിട്ടിയതുമായ സ്വത്തുക്കളിലേക്കാണ്. എന്നെ നോക്കാനെന്ന വ്യാജേന അവരെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നതും
സമയം കിട്ടുമ്പോഴെല്ലാം ചർച്ച ചെയ്യുന്നതും ഈ സ്വത്തുവകകളെക്കുറിച്ചാണ്. എൻ്റെ അവസ്ഥ അവർക്കെല്ലാവർക്കും ഉണ്ടാകുമെന്ന് അവർ മറക്കുന്നു. ഞാൻ ചെയ്ത ഏതോ പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് എനിക്ക് നിന്നെപ്പോലെയുള്ള ഒരു ചെറുമകനെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റാർക്കും കൊടുക്കാതെ നിനക്ക് മാത്രം തരാനായി മാറ്റിവെച്ച ഒരു കൂട്ടം എൻ്റെ കൈവശമുണ്ട്. അത് നിനക്കായുള്ള എൻ്റെ സമ്മാനമാണ്. നമ്പി പൂജാമുറിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ആരാധനാമൂർത്തിയായ മഹാകാളിയുടെ പാദങ്ങൾക്കടുത്തായി ചെറിയൊരു പെട്ടി ഇരിപ്പുണ്ട്. അത് ഇങ്ങ് എടുത്തോണ്ട് വരിക. ശിവരാമൻ നമ്പി പറഞ്ഞത് അക്ഷരം പ്രതി കേട്ടു. പിത്തളയിൽ നിർമ്മിച്ച ആ ചെറിയ പെട്ടി ശിവരാമൻ നമ്പിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമ്പി വിറയാർന്ന വിരലുകൾ കൊണ്ട് ആ പെട്ടി തുറന്നു. അതിനുള്ളിലെ ഒരു ചെപ്പിൽ നിന്ന് സ്വർണത്തിൽ തീർത്ത ചെറിയൊരു താക്കോലെടുത്ത് നമ്പി ശിവരാമനെ ഏൽപ്പിച്ചു. ഈ താക്കോല് കൊണ്ട് തുറക്കുന്ന ഒരു ചെറിയ അറ ദേവിയുടെ വിഗ്രഹത്തിന് ഏറ്റവും താഴെ വശത്തായിട്ടുണ്ട്. ആ അറ നീ തുറക്കണം. അതിൽ വളരെ വിശേഷപ്പെട്ട ഒന്നുണ്ട്. നീ നോക്കി നിൽക്കാതെ അറ തുറക്കൂ ശിവരാമ. ശിവരാമൻ വേഗം തൻ്റെ കയ്യിലിരുന്ന താക്കോല് കൊണ്ട് ഭദ്രകാളി വിഗ്രഹത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുള്ള ആ അറ തുറന്നു. പ്രത്യക്ഷത്തിൽ ആ അറ ആർക്കു തന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. ആ രീതിയിലായിരുന്നു അതിൻ്റെ നിർമ്മാണം. വളരെ പഴക്കം ചെന്ന ഒരു ഗ്രന്ഥവും ചില താളിയോലക്കെട്ടുകളും പിന്നെ ഏറെ പഴക്കം ചെന്ന ഒരു തുകൽ കഷ്ണവുമാണ് ആ അറയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടിയിലുണ്ടായിരുന്നത്. തുകൽ കഷ്ണം 4 മടക്കി അതിലൊരു പട്ടുനൂൽ ചരട് കെട്ടിയിരുന്നു. വളരെ ശ്രദ്ധിച്ച് ശിവരാമൻ ആ 3 കൂട്ടങ്ങളും പെട്ടിയിൽ നിന്ന് പുറത്തേക്കെടുത്തു. നമ്പി തിടുക്കം കൂട്ടി. ശിവരാമൻ അതുമായി നമ്പിയുടെ അരികിലേക്ക് വന്നു. ഏറെ പണിപ്പെട്ട് നമ്പി കിടക്കയിൽ നിന്ന് എണീറ്റിരുന്നു. ഏകദേശം ഒരു 3 മാസമായിട്ട് നമ്പി ആ കിടക്കയിൽ ഒരേ കിടപ്പായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം തൻ്റെ ദൈനിക കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തനായിരുന്നു. നമ്പിയിലെ ആ മാറ്റം ശിവരാമനിൽ സന്തോഷമുളവാക്കി. ചമ്രം പടിഞ്ഞ് കണ്ണുകൾ അടച്ച് കുറച്ച് നിമിഷത്തേക്ക് നമ്പി ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ചില മന്ത്രങ്ങൾ ചൊല്ലി. പിന്നീട് ഭക്തിയോടെ ശിവരാമൻ്റെ കയ്യിലിരുന്ന ആ 3 കൂട്ടവും തൻ്റെ കയ്യിലേക്ക് വാങ്ങിച്ചു. ശിവരാമ, ഇതാണ് നിനക്ക് തരാനുള്ള എൻ്റെ സമ്മാനം. എന്നെ ഒരു മഹാമാന്ത്രികനാക്കിയത് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന മന്ത്രതന്ത്രങ്ങളാണ്. ഇതിലെ മാന്ത്രിക വിദ്യകൾ നീ വശത്താക്കണം. ഈ തുകൽ കഷ്ണത്തെ നീ നിസ്സാരമായി കാണരുത്. ഈ ഭൂമി മലയാളം മൊത്തത്തിൽ മേടിക്കാനുള്ള അത്രയും ധനം ഒരു സ്ഥലത്തുണ്ട്. അതിലേക്ക് ചെന്നു ചേരാനുള്ള മാർഗരേഖകൾ ഈ തുകൽച്ചട്ടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർഗം വളരെ കഠിനമാണ്. എന്നാലും നീ പിന്മാറരുത്. നാം സമ്പാദിക്കുന്ന ഒന്നൊഴിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാലും ഈ സമ്പത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിനക്ക് സൗഭാഗ്യങ്ങൾ നേടിത്തരും. ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും കഴിയുന്നത്ര നീ ചെയ്യണം. ആ കർമ്മങ്ങളുടെ ഫലം മരണസമയത്തും അത് കഴിഞ്ഞുള്ള സമയത്തും മനുഷ്യന് തുണയാകുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് നിന്റെ മനസ്സിൽ നല്ല വിചാരങ്ങൾ ഉണ്ടെങ്കിൽ ഈ ധനം നിന്റെ കൈവശം വന്ന് ചേർന്നിടും. അല്ലാത്ത പക്ഷം നിനക്കതിലേക്ക് എത്തിച്ചേരാൻ പോലും സാധിക്കില്ല. നമ്പിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പ്രായം കൊണ്ട് ദുർബലമായ ആ ശരീരം വിറകൊണ്ടു. നമ്പി തൻ്റെ പ്രിയപ്പെട്ട പേരക്കിടാവിനെ സ്നേഹപൂർവ്വം തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തി. ശിവരാമൻ നമ്പിയുടെ തൊട്ടരികിലിരുന്നു. ശിവരാമൻ്റെ തലമുടിയിൽ ഒന്ന് തലോടിയതിനു ശേഷം അദ്ദേഹം ശിവരാമൻ്റെ ചെവിയിലായി എന്തെല്ലാമോ പറയുവാൻ തുടങ്ങി. വളരെ ശ്രദ്ധയോടെ അതെല്ലാം ശിവൻ മൂളിക്കേട്ടു. പക്ഷേ ചില കാര്യങ്ങൾ മുഴുമിപ്പിക്കാൻ ആ വൃദ്ധനായില്ല. അതിനു മുമ്പേ നമ്പിയുടെ കണ്ണുകൾ പിന്നോക്കം മറിഞ്ഞു. വിറകൊണ്ട ശരീരം വെട്ടിയിട്ട വാഴ പോലെ കിടക്കയിലേക്ക് വീണു. ശിവരാമൻ അവസാനമായി നമ്പിയുടെ വായിൽ ഗംഗാജലം എത്തിച്ചു. ഒരിറക്ക് വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങിയ നിമിഷം തന്നെ നമ്പിയുടെ ശരീരം നിശ്ചലമായി. ശിവരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശൻ യാത്രയായി കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അയാൾ നന്നേ ബുദ്ധിമുട്ടി. മുത്തശ്ശൻ സ്നേഹപൂർവ്വം അവനെ ഏൽപ്പിച്ച ഗ്രന്ഥവും താളിയോലക്കെട്ടും ആ തുകൽച്ചട്ടയും ശിവരാമൻ ചിത്രപ്പടികൾ നിറഞ്ഞ ആ പെട്ടിയിലേക്ക് ഭദ്രമായി വെച്ചിട്ട് അറയുടെ താക്കോല് അവൻ്റെ മടിയിൽ തിരിയതിന് ശേഷമാണ് നമ്പിയുടെ മരണവാർത്ത
മറ്റു ബന്ധുജനങ്ങളെ അറിയിക്കാനായി ശിവരാമൻ പുറത്തേക്ക് പോയത്. അവൻ കണ്ണീരോടെ ആ ദുഃഖവാർത്ത അവിടെ കൂടിയിരുന്ന ബന്ധുക്കളെ അറിയിച്ചു. രാജലക്ഷ്മി നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി. മറ്റുള്ളവർ വലിയ വായിൽ കരഞ്ഞു. പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്പിയുടെ മൃതദേഹത്തിന് ചുറ്റും വട്ടം കൂടി നിന്നു. അവസാന സമയത്ത് നമ്പിയുടെ അരികിൽ ഉണ്ടാകാൻ കഴിയാത്തതിൽ എല്ലാവർക്കും ഒരു മനോദുഃഖമുണ്ടായിരുന്നു. രാജലക്ഷ്മി ഒഴിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സംശയം നിഴലിച്ചു. മരണസമയം സ്വത്തുവകകളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് നമ്പി തന്റെ പ്രിയപ്പെട്ട ചെറുമകനോട് പറഞ്ഞിരിക്കാം. ഇനി അഥവാ അവയൊന്നും പറഞ്ഞേൽപ്പിച്ചില്ലെങ്കിൽ ഈ കണക്കില്ലാത്ത സ്വത്തുവകകൾ ആർക്കാണ് ചെന്നു ചേരുക? നമ്പിയുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം അവിടെ തങ്ങിയിരുന്ന ചിലരെല്ലാം കാരിക്കോട്ട് മനയിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു. നമ്പിയുടെ ഇളയ സഹോദരനും 4 പെൺമക്കളിൽ 3 മക്കളും അവരുടെ മക്കളും ശിവരാമന്റെ ചുറ്റിനും കൂടി. ശിവരാമ, നീ ഭാഗ്യം ചെയ്തവനാണടാ. അവസാന സമയം നിനക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ അരികിൽ ഉണ്ടാകാൻ കഴിഞ്ഞത്. ഈ കാരിക്കോട്ട് മന അത് തലമുറകളായി കൈമാറി വന്ന ഒന്നാണ്. ഇനി ഈ മനയുടെ അവകാശി ഞാനാണ്. ആ വാക്കുകൾ നമ്പിയുടെ ഇളയ സഹോദരൻ വിശ്വന്റേതായിരുന്നു. അത് കേട്ട ഉടനെ നമ്പിയുടെ പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും ഒച്ച വയ്ക്കാൻ തുടങ്ങി. മുത്തശ്ശന്റെ ചിതയെരിഞ്ഞ് തീർന്ന് കാണില്ല. അതിനു മുമ്പേ തുടങ്ങിയോ സ്വത്തുതർക്കം? ആർക്കെന്തെല്ലാമാണ് നീക്കിവെച്ചിരിക്കുന്നതെന്ന് മുത്തശ്ശൻ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തർക്കമൊന്നും വേണ്ട. പക്ഷേ മുത്തശ്ശന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മാത്രമേ ആ വിൽപ്പത്രം വായിക്കൂ. അതുവരെ എല്ലാവരും ഒന്നിച്ച് ഈ കാരിക്കോട്ട് മനിൽ തന്നെ ഉണ്ടാകണം. തൽക്കാലം എല്ലാവരും ഒന്നടങ്ങി. ശിവരാമൻ തന്റെ മുറിയിലേക്ക് പോയി. രാജലക്ഷ്മി നമ്പിയുടെ മുറിയിലേക്കും. മറ്റുള്ളവർ പല മുറികളിലായി തകൃതിയായി എന്തെല്ലാമോ ചർച്ച ചെയ്യാൻ തുടങ്ങി. തലമുറകളായി കൈമാറി വന്ന സ്വത്തിന് അവകാശികളാകാൻ പലരും മത്സരിച്ചപ്പോൾ തലമുറകളായി ഉപാസിച്ചു വന്ന ഉപാസനാമൂർത്തികൾ നാഥനില്ലാതെ കാരിക്കോട്ട് മനയിൽ അലയുന്നുണ്ടായിരുന്നു. അവരുടെ ഉപാസകനായ നമ്പിയുടെ മരണത്തോടെ പൂജയും പ്രാർത്ഥനയും മുടങ്ങി. അവർക്കായുള്ള നേദ്യങ്ങൾ മുടങ്ങി. അന്ന് കാരിക്കോട്ട് മനയിൽ അന്തിയുറങ്ങിയ പലർക്കും ഉറക്കസുഖം കിട്ടിയില്ല. ഉറക്കത്തിൽ ഭയപ്പെടുത്തുന്ന ചിലതരം ശബ്ദങ്ങൾ കേട്ട് അവരിൽ ചിലർ ഞെട്ടി ഉണർന്നു. തുറന്ന ജനലിനരികിൽ നിന്ന് ആരോ തങ്ങളെ തുറച്ചു നോക്കുന്നതായി അവർക്കെല്ലാവർക്കും അനുഭവപ്പെട്ടു. ഉറക്കത്തിനിടയിൽ ഭീകരമായുള്ള ഏതോ ഒരു സത്വം തങ്ങളുടെ നെഞ്ചിന് മുകളിൽ കയറിയിരിക്കുന്നതായി അവരിൽ ചിലർക്ക് തോന്നി. നേരം വെളുത്തെണീറ്റപ്പോൾ മുതൽ നമ്പിയുടെ ബന്ധുക്കളും മക്കളും ഭയത്തോടെ പരസ്പരം തങ്ങൾക്ക് രാത്രി അനുഭവപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. നമ്പിയുടെ ഇളയ സഹോദരൻ ഇതെല്ലാം കേട്ട് പൊട്ടിച്ചിരിച്ചു. മഹാമാന്ത്രികനായ നമ്പിയുടെ പിൻതലമുറക്കാരും നമ്പിയും താമസിച്ചിരുന്ന ഈ മനയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. അന്ന് വൈകിട്ടോടെ ചില ബന്ധുക്കൾ മനയിൽ നിന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. രാത്രിയിലുണ്ടായ സംഭവങ്ങൾ ശിവരാമന്റെ കാതിലുമെത്തി. മാന്ത്രിക വിദ്യകളിൽ അത്ര ജ്ഞാനമില്ലെങ്കിലും ചെറിയതരം വിദ്യകളൊക്കെ ശിവരാമൻ നമ്പിയിൽ നിന്ന് വശത്താക്കിയിരുന്നു. നമ്പിയുടെ മരണത്തോടെ മുടങ്ങിയ പൂജാവിധികൾ ചെയ്യാൻ ശിവരാമൻ ഒരുക്കമായിരുന്നു. പക്ഷേ പുല കുളിച്ചു കഴിഞ്ഞ് പൂജാകർമ്മങ്ങൾ തുടരാമെന്ന് അയാൾ മനസ്സിലോർത്തു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. നമ്പിയുടെ മരണാനന്തര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു വട്ടം കൂടി എല്ലാ ബന്ധുജനങ്ങളും കാരിക്കോട്ട് മനയിൽ ഒന്നിച്ചുകൂടി. നമ്പി എഴുതിവെച്ച വിൽപ്പത്രം ശിവരാമൻ ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു. വളരെ കുറച്ചു പേർ മാത്രം തങ്ങൾക്ക് കിട്ടിയ സമ്പത്തുകളിൽ തൃപ്തരായി. ബാക്കിയുള്ളവർ വാക്കുതർക്കവും കയ്യേറ്റവുമായി മനയിൽ തന്നെ കഴിഞ്ഞുകൂടി. കാരിക്കോട്ട് മന ആ 4 കെട്ടിന്റെ അടുത്ത അവകാശിയായി നമ്പി തിരഞ്ഞെടുത്തത് ശിവരാമനെയായിരുന്നു. അത് നമ്പിയുടെ ഇളയ സഹോദരനായ വിശ്വനാഥൻ അടക്കമുള്ളവരെ വളരെയധികം ചൊടിപ്പിച്ചു. നമ്പി എന്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. അച്ഛന്റെ കാലശേഷം നമ്പിയിൽ വന്നു ചേർന്ന ആ മനയുടെ അവകാശി ഇനി ഞാനാണ്. ചെറുമകനായ ശിവരാമന് ഈ മന വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. വിരലിൽ എണ്ണാവുന്ന കുറച്ചുപേർ മാത്രമേ ശിവരാമന്റെ പക്ഷം പിടിച്ചുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവനും വിശ്വനാഥന്റെ ഒപ്പം നിന്നു. മുത്തശ്ശൻ എന്റെ പേർക്ക് എഴുതി വെച്ച ഈ മന ചെറിയച്ഛനെ വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ മന ഇതേ രീതിയിൽ ഇനിയും നിലനിൽക്കണം. ഇത് പൊളിച്ചു വിൽക്കാനോ പകുത്തു നൽകാനോ ഞാൻ സമ്മതിക്കില്ല. അത് മുത്തശ്ശൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. എല്ലാവരും ഒന്നിച്ച് ഈ മനയിൽ താമസിക്കണം. ഇത് വെട്ടിക്കേറി പങ്കുവെക്കരുതെന്ന് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പും പറഞ്ഞതാണ്. വിശ്വനാഥൻ പല്ലുകടിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല.
ഈ മനയുടെ ഏക അവകാശി ഞാനാണ്. ജ്യേഷ്ഠന്റെ 4 പെൺമക്കൾക്കും എന്താണോ കിട്ടാനുള്ളത് അതെല്ലാം തന്നെ അവരുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ നൽകിയതാണ്. അവർക്ക് ഇനി ഇവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല. ചെറുമകനായ നിനക്ക് മനയുടെ മേൽ യാതൊരു അവകാശവുമില്ല. എൻ്റെ അച്ഛൻ്റെയും മനയും സ്വത്തും എനിക്ക് അവകാശപ്പെട്ടതാണ്. നമ്പി എന്തും എഴുതി വെച്ചോട്ടെ, ഞാനത് വിട്ടുതരില്ല. അത് മോഹിച്ച് ഇവിടെ ആരും നിൽക്കുകയും വേണ്ട. വിശ്വനാഥൻ ദേഷ്യപ്പെട്ട് 4 കെട്ടിന്റെ മുകളിലത്തെ നിലയിലേക്ക് നടന്നു. കൂടെ അയാളുടെ ഏകമകനായ ബാഹുലേയനും അയാളെ അനുഗമിച്ചു. നമ്പിയുടെ പെൺമക്കൾ അരിശം കൊണ്ടു. പോരുകോഴികളെപ്പോലെ അതിൽ 3 പേർ മൂത്ത സഹോദരിയായ രാജലക്ഷ്മിയെ വളഞ്ഞു. ഇതിനാണോ ചേച്ചി മകനെയും കൂട്ടി നേരത്തെ തന്നെ കാരിക്കോട്ടേക്ക് പോകുന്നത്? എല്ലാം അച്ഛനെപ്പറ്റി എഴുതി മേടിച്ചതിൽ അമ്മയും മകനും വിജയിച്ചിരിക്കുന്നു. ഞങ്ങളാരും ഇവിടെ നിന്ന് വെറും കൈയോടെ പോകുമെന്ന് വിചാരിക്കണ്ട. മൂവരുടെയും സ്വരത്തിൽ ഭീഷണിയായിരുന്നു. സ്വന്തം സഹോദരിമാർ തന്നെ ഒരു ശത്രുവായി കണ്ടപ്പോൾ രാജലക്ഷ്മിയുടെ ഉള്ളും നൊന്തു. അവർ കരഞ്ഞുകൊണ്ട് തന്റെ മകന്റെ അടുത്തെത്തി കാര്യം അവതരിപ്പിച്ചു. ശിവരാമ, നമുക്കിവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിയേക്കാം. ഈ മനയും ഇവിടുത്തെ സ്വത്തും നമുക്ക് വേണ്ട. വയ്യാത്ത സമയത്ത് അച്ഛൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതെന്തായാലും നടന്നു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് പോകാം. ശിവരാമൻ ചിന്തയിലാണ്ടു. കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്കിവിടെ തങ്ങണം. മനയും സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകരുതെന്ന് മുത്തശ്ശൻ ആഗ്രഹിച്ചതാണ്. കൊച്ചച്ഛന് അത് കൈമാറിയാൽ അത് അദ്ദേഹം വിറ്റ് കളയുമോ എന്ന് മുത്തച്ഛൻ ഭയന്നിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛൻ പോയില്ലേ? സമാധാനമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഇതാരാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, നീ അവർക്ക് ഇത് കൈമാറുക. രാജലക്ഷ്മി കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. തുറന്നു കിടന്ന ജനലിലൂടെ ശിവരാമൻ പുറത്തേക്ക് നോക്കി. തൊടിയിലെ മരങ്ങളുടെ തലപ്പുകൾ കാറ്റിലാടുന്നു. ദൂരെ ആകാശത്ത് നക്ഷത്രങ്ങളെ മറച്ചുകൊണ്ട് മേഘങ്ങൾ പാഞ്ഞു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രക്കല മേഘങ്ങളുടെ മറന്നേക്ക് എത്തി നോക്കി. ആ സമയത്ത് തന്റെ തൊട്ട് പിറകിലായി നായ അണക്കുന്നത് പോലെയുള്ള ഒരുതരം ശബ്ദം കേൾക്കുന്നതായി ശിവരാമൻ അനുഭവപ്പെട്ടു. ഉടനെ അവൻ വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. കറുത്ത പുകച്ചുരുൾ പോലെ എന്തോ ഒന്ന് തൂക്കുവിളക്കിലെ അരണ്ട പ്രകാശത്തിനപ്പുറത്തേക്ക് തെന്നി മാറി. ശിവരാമൻ 2 അടി മുന്നോട്ട് വെച്ചു. പെട്ടെന്ന് തൂക്കുവിളക്കിലെ ഇരട്ടത്തിരികൾ അണഞ്ഞു. മുറിയിൽ തങ്ങി നിന്ന ഇരുട്ടിൽ വീണ്ടും നേരത്തെ കേട്ട ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ശിവരാമൻ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ മൂർക്കി പിടിച്ചു. വികൃത മുഖമുള്ള ഒരു രൂപം ഭിത്തിയിൽ ചേർന്ന് നിന്ന് അവനെ തന്നെ തുറച്ചു നോക്കുന്നു. ശിവരാമൻ പെട്ടെന്ന് നിന്നു. ഭയപ്പെടുത്താനാണ് ശ്രമം. നിലം തൊടാതെ നിന്ന ആ രൂപം ഇരുട്ടിലൂടെ മെല്ലെ മെല്ലെ ഒഴുകി നടന്നു. വല്ലാത്തൊരു ദുർഗന്ധം മുറിയിലാകെ നിറഞ്ഞു. മുത്തച്ഛൻ പഠിപ്പിച്ച മന്ത്രങ്ങൾ തെറ്റുകൂടാതെ ശിവരാമൻ അപ്പോൾ ചൊല്ലിത്തുടങ്ങി. ഭയം, അത് പാടില്ല. ഭയത്തെ മറികടക്കണം. ഭയമെന്ന വികാരം മനുഷ്യനെ ഭ്രാന്തനാക്കും. ഭയത്തിന് അടിമപ്പെട്ടാൽ പിന്നീട് ശരീരത്തിന്റെ നിയന്ത്രണം മറ്റേതെങ്കിലും ശക്തികൾ ഏറ്റെടുക്കും. അതുണ്ടാകരുത്. മുത്തശ്ശന്റെ മുഖം മനസ്സിലോർത്തുകൊണ്ട് ശിവരാമൻ നിർത്താതെ മന്ത്രങ്ങൾ ഓരോന്നായി ചൊല്ലി. ഇരുട്ടിൽ പതുങ്ങി നിന്ന ആ രൂപം ഒരലർച്ചയോടെ കാറ്റിനോടൊപ്പം പുറത്തേക്ക് പാഞ്ഞു മാറി. തൊടിയിലിരുന്ന ഒരു പുല്ല് അപ്പോൾ ചിലച്ചുകൊണ്ട് കാവിനെ ലക്ഷ്യമാക്കി പറന്നകന്നു. ആ സമയം കാരിക്കോട്ടുമനയുടെ മുകളിലത്തെ നിലയിൽ മറ്റൊരു മുറിയിൽ ചില കർമ്മങ്ങൾ നടക്കുകയായിരുന്നു. ആ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത് വിശ്വനാഥനായിരുന്നു. താൻ പറഞ്ഞയച്ച ശക്തി പോയതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. മുറിയിലെ ഹോമകുണ്ടത്തിന് മുന്നിൽ ഒരുക്കിയ കരിപ്പൊടി കൊണ്ട് വരച്ച നക്ഷത്രക്കളത്തിന് നടുക്കായി വെച്ചിരുന്ന തലയോട് കറങ്ങിത്തിരിഞ്ഞു നിന്നു. നെറ്റി ചുളിച്ചുകൊണ്ട് വിശ്വനാഥൻ ആ തലയോടിന് മുകളിലായി ഒരു കർപ്പൂരം കത്തിച്ചു. കർപ്പൂരനാളം പെട്ടെന്ന് തന്നെ അണഞ്ഞുപോയി. ഓ, ശിവരാമനെ ഭയപ്പെടുത്താൻ നിനക്കായില്ല അല്ലേ? നിനക്കെതിരായി ശിവരാമന്റെ പക്കൽ എന്ത് ശക്തിയാണുള്ളത്? നമ്പിയവനെ എന്ത് വിദ്യകളാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വിശ്വനാഥൻ അലറുകയായിരുന്നു. അയാൾ ദേഷ്യത്തോടെ നിലത്തെ കരിപ്പൊടി കളത്തിന്റെ അരികിലിരുന്ന ചെറിയൊരു കത്തിയെടുത്ത് തന്റെ തള്ളവിരലിൽ ഒരു മുറിവുണ്ടാക്കി. മുറിവിൽ നിന്നൊഴുകിയ രക്തത്തുള്ളികൾ കരിക്കളത്തിന്റെ നടുവിലിരുന്ന തലയോടിന് മുകളിലായി തുള്ളികളായി പതിച്ചു. തലയോടിന് മുകളിലായി വീണ രക്തത്തുള്ളികൾ അടുത്ത നിമിഷം തന്നെ അപ്രത്യക്ഷമായി.
ഇത് സ്വീകരിച്ച് ഞാൻ ആശിച്ച കാര്യങ്ങൾ നീ എനിക്ക് നടത്തിത്തരണം. പുറത്തുനിന്ന് ജനൽ വഴി പാഞ്ഞു വന്ന കാറ്റിൽ നിലത്തെ കരിപ്പൊടിക്കളം പാതിയും മാഞ്ഞുപോയി. തലയോട് ആ കാറ്റിൽ കറങ്ങി ദൂരേക്ക് തെന്നി മാറി. ശിവരാമൻ ഞാൻ വിചാരിച്ചതിനേക്കാളും കേമനാണ്. ആഭിചാരക്രിയകൾ വഴി ഞാൻ നേടിയെടുത്ത ശക്തികളെ വെല്ലാൻ അവന് കഴിഞ്ഞുവെങ്കിൽ അവനെ ഇനി ഇവിടെ നിന്ന് തുരത്തേണ്ടി വരും. വിശ്വനാഥൻ മന്ത്രതന്ത്രങ്ങൾ അവസാനിപ്പിച്ച് മുറി പൂട്ടി പുറത്തേക്കിറങ്ങി. നേരം ഏറെ ഇരുട്ടിയിരിക്കുന്നു. പക്ഷെ വിശ്വനാഥൻ ഉറക്കം വന്നില്ല. തന്റെ ജ്യേഷ്ഠനായ നമ്പി മാന്ത്രികവിദ്യകൾ പഠിച്ച് മഹാമാന്ത്രികനായി മാറിയപ്പോൾ മനയിലുള്ളവർ പലരും തന്നെ കളിയാക്കി. അങ്ങനെയാണ് നമ്പിയെ തോൽപ്പിക്കാൻ താൻ ആഭിചാരക്രിയകൾ വഴി പല ശക്തികളെയും വശത്താക്കിയത്. എന്നിട്ടും നമ്പിയെ വെല്ലാൻ തനിക്കായില്ല. ഇന്നിപ്പോൾ നമ്പിയുടെ സ്ഥാനത്ത് ശിവരാമൻ. അവനെ തടഞ്ഞേ പറ്റൂ. പല ചിന്തകളും വിശ്വനാഥനെ അലട്ടി. അയാൾ മട്ടുപ്പാവിൽ നിന്ന് ശിവരാമന്റെ മുറിയുടെ നേർക്ക് നോക്കി. അപ്പോഴും ആ മുറിയിൽ പ്രകാശം കാണുന്നുണ്ടായിരുന്നു. ശിവരാമൻ ഇനിയും ഉറങ്ങിയിട്ടില്ലേ? വിശ്വനാഥൻ പതുക്കെ പതുക്കെ ശിവന്റെ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. ആ വലിയ മുറിയുടെ ജനൽപ്പാളി അപ്പോഴും തുറന്നു കിടക്കുകയായിരുന്നു. ശിവരാമൻ ആ സമയം അവന്റെ അമ്മ രാജലക്ഷ്മിയോട് സംസാരിക്കുകയായിരുന്നു. കിടക്കയുടെ അരികിൽ രാജലക്ഷ്മി തന്റെ മകനടുത്തായി ഇരിക്കുകയാണ്. വിശ്വനാഥൻ പമ്മിപ്പതുങ്ങി ജനലിനരികിൽ നിന്നു. അമ്മയും മകനുമായി നടക്കുന്ന ആ സംഭാഷണം എന്താണെന്നറിയുവാൻ അയാൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. വിശ്വനാഥൻ കാതുകൂർപ്പിച്ചു. നാളെ പൂർണിമയാണ്. മുത്തശ്ശൻ പറഞ്ഞ ആ ദിവസം നാളെയാണ്. നാളെ വൈകിട്ട് ആകാശത്ത് ചന്ദ്രക്കല തെളിയുമ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടങ്ങും അമ്മേ. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തതാണ്. അത് പാലിച്ചേ മതിയാകൂ. അളവില്ലാത്ത ഈ ധനം കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം. എന്ന് 3 നേരം അന്നദാനം കൊടുക്കുന്ന അന്നപൂർണേശ്വരിയുടെ ഒരു ക്ഷേത്രം പണിയണം. ഇതെല്ലാം എൻ്റെ മുത്തശ്ശൻ്റെ ആഗ്രഹങ്ങളാണ്. ആ സമ്പത്ത് കണ്ടെത്തുവാനായി എനിക്ക് പോകേണ്ടതുണ്ട്. അമ്മ തടസ്സം നിൽക്കരുത്. രാജലക്ഷ്മി കണ്ണു തുടച്ചു. എന്നിട്ട് ചോദിച്ചു, എവിടേക്കാണ് നിന്റെ യാത്ര? അനന്തൻകാട്. അനന്തൻകാട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഒട്ടും പരിചയമില്ലാത്ത ആ സ്ഥലത്തേക്ക് നീ എങ്ങനെ പോകും? അമ്മ വിഷമിക്കാതെ. വഴി തെറ്റാതിരിക്കാനുള്ള ഉപായങ്ങളൊക്കെ മുത്തശ്ശൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ശിവരാമനെ തടയാനാവില്ല എന്ന് ആ അമ്മ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. മുറിയിലെ അലമാര തുറന്ന് അവർ ഒരു ചുവന്ന കിഴിക്കെട്ട് കയ്യിലെടുത്തു. സ്വർണത്തിൽ കെട്ടിയുണ്ടാക്കിയ ഒരു രുദ്രാക്ഷമാലയും അതിനറ്റത്ത് ഒരു ഏലസും കൂടിയുള്ള ചെറിയൊരു മാലയായിരുന്നു ആ കിഴിക്കെട്ടിലുണ്ടായിരുന്നത്. രാജലക്ഷ്മി ചില മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ രുദ്രാക്ഷമാല ശിവരാമന്റെ കഴുത്തിലിട്ടു. ഇത് നിന്റെ മുത്തശ്ശൻ എനിക്കൊരിക്കൽ തന്നതാണ്. ഞാനിത് നിനക്കായി കാത്തുവെച്ചു. ഈ ഒരു അവസരത്തിൽ നീ ഇതണിയുന്നത് നല്ലതാണ്. കണ്ണിന് കാണാൻ സാധിക്കാത്ത ദുഷ്ടശക്തികളിൽ നിന്ന് ഈ മാല നിന്നെ രക്ഷിക്കും. പക്ഷേ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം. ഇതിൽ ചോര പുരളാൻ ഒരിക്കലും ഇടയാവരുത്. അഥവാ അങ്ങനെ ഉണ്ടായാൽ ഈ മാല പൊട്ടിച്ച് അഗ്നിയിൽ എറിയണം. പോകുന്നതിന് മുമ്പ് മുത്തച്ഛൻ്റെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കണം. കാവിൽ വിളക്ക് കൊളുത്തണം. മന ചെറിയച്ഛനെ ഏൽപ്പിച്ചേക്ക്. നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ഞാനും നമ്മുടെ മനയിലേക്ക് മടങ്ങും. ഈശ്വരൻ എന്തുവാണോ നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാം അതുപോലെ നടക്കൂ. നിന്റെ പേരിൽ എഴുതി വെച്ചതെല്ലാം തന്നെ നീ ഉപേക്ഷിച്ചേക്കും മോനെ. രാജലക്ഷ്മിയുടെ വാക്കുകളെല്ലാം തന്നെ ശിവരാമൻ നിശബ്ദനായി കേട്ടുനിന്നു. ജനലിനരികിലെ ഭിത്തിയിൽ ചേർന്ന് നിന്ന വിശ്വനാഥന് ഒന്നും തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്പി വിലപിടിപ്പുള്ള എന്തോ ഒന്ന് ശിവരാമന് സമ്മാനിച്ചിരിക്കുന്നു. ഇക്കണ്ട സ്വത്തുവകളെക്കാളും വിലമതിപ്പുള്ള എന്തോ ഒന്ന് സ്വന്തമാക്കാനായി ശിവരാമൻ നാളെ രാത്രി പുറപ്പെടും. അതെന്താണ്? അക്കാര്യം അറിയുക തന്നെ വേണം. വിശ്വനാഥന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. എത്ര വലിയ രഹസ്യങ്ങളായാലും അതറിയാനുള്ള സിദ്ധി ഞാനും വശത്താക്കിയിട്ടുണ്ട്. അയാൾ കലിതുള്ളി തന്റെ മുറിയിലേക്ക് ചെന്നു. നേരത്തെ കരിക്കളം വരച്ച ആഭിചാരക്രിയകൾ നടത്തിയ ആ മുറി അടുത്ത ഉഗ്രമൂർത്തിയുടെ രംഗപ്രവേശത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. തന്റെ ഇഷ്ടമൂർത്തിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് വിശ്വനാഥൻ തറയിൽ അടുത്ത ഹോമകുണ്ഡം തയ്യാറാക്കി. കണ്ണടച്ച് ഏകാഗ്രതയോടെ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഏകദേശം
ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചെവിക്കരികിൽ ആരോ പിറുപിറുക്കുന്നതായി വിശ്വനാഥൻ അനുഭവപ്പെട്ടു. അയാളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. തോളിൽ അപാരമായ ഭാരം അനുഭവപ്പെട്ടപ്പോൾ താൻ വിളിച്ച ആ ഉഗ്രമൂർത്തിയായ കർണപിശാചിനി വന്നു കഴിഞ്ഞു എന്ന് വിശ്വനാഥൻ മനസ്സിലാക്കി. 4 ദിക്കും കുലുങ്ങുമാറ് ആ ശക്തി ഉച്ചത്തിൽ ചിരിച്ചു. വിശ്വനാഥൻ മനസ്സിൽ കരുതി വെച്ച ചോദ്യങ്ങൾക്കത്രയും കർണയക്ഷി മറുപടി നൽകി. കർണയക്ഷിയുടെ നാവിൽ നിന്ന് കേട്ട ആ അറിവുകൾ വിശ്വനാഥനെ ഞെട്ടിച്ചു. നാളത്തെ പൗർണമി രാത്രിയിൽ ശിവരാമൻ കണക്കില്ലാത്ത നിധിശേഖരം അന്വേഷിച്ച് യാത്ര തിരിക്കുകയാണ്. അനന്തൻകാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ നിധിശേഖരത്തിനടുത്തേക്ക് എത്തിച്ചേരാനുള്ള മാർഗരേഖ അത് അവൻ്റെ കൈവശമുണ്ട്. അതാദ്യം സ്വന്തമാക്കണം. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം അവൻ്റെ ജന്മസമയവും ജന്മനക്ഷത്രവും ഗണവും എല്ലാം തന്നെ ആ നിധി അവൻ്റെ കൈവശം വന്നു ചേരുന്നതിനായി അവനെ മറ്റുള്ളവരിൽ നിന്ന് ഏറെ യോഗ്യതയുള്ളവനാക്കുന്നു. ആ നിധിയുടെ മുന്നിൽ ഈ മനയും തെങ്ങുംതോപ്പും നെൽപ്പാടവും ഒന്നുമല്ല. അവനെ പിന്തുടരണം. നിഴല് പോലെ അവനെ അനുഗമിച്ചേ മതിയാകൂ. തൻ്റെ ചെവിക്കരികിലെ പിറുപിറുക്കൽ നിലച്ചപ്പോൾ തന്നെ വിശ്വനാഥൻ അത് മനസ്സിലാക്കി. കർണയക്ഷി അവിടെ നിന്ന് അദൃശ്യയായിരിക്കുന്നു. വിശ്വനാഥൻ പൂജാമുറി പൂട്ടി പുറത്തേക്കിറങ്ങി. നേരം വെളുക്കാനിനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. അയാൾ കിടപ്പുമുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. കിടക്കയിൽ വിശ്വനാഥന്റെ മകൻ ബാഹുലേയൻ അഗാധമായ ഉറക്കത്തിലാണ്. ബാഹുലേയന്റെ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് തന്റെ ദേഷ്യം അടക്കാനായില്ല. വിശ്വനാഥൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്റെ മകനായ ബാഹുലേയനെ ഒറ്റ ചവിട്ടിന് നിലത്തേക്കിട്ടു. നിലത്ത് വീണ അവൻ ചാടിപ്പിടഞ്ഞെണീറ്റു. നീ ഇവിടെ കുംഭകർണ സേവ നടത്ത്. ശിവരാമൻ അളവില്ലാത്ത നിധിയുടെ അധിപനാകാൻ പോകുന്നു. ഉറക്കച്ചടവോടെ കണ്ണും തിരുമ്മി നിന്ന ബാഹുലേയന് ഒന്നും തന്നെ മനസ്സിലായില്ല. അച്ഛൻ വെറുതെ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്താ ചെയ്തത്? ജനിച്ചപ്പോഴേ തള്ള ചത്തു. തള്ളയുടെ കാലിനായി പിറവിയെടുത്ത നീ ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നത് എന്തിനാ? വിശ്വനാഥന്റെ ഓരോ വാക്കുകളും ഒരു സൂചിമുന പോലെ ബാഹുലേയന്റെ ഹൃദയത്തിൽ കൊണ്ടു. അവൻ രൂക്ഷമായി അയാളെ നോക്കി. നീ എന്നെ തുറച്ചു നോക്കി ഭയപ്പെടുത്താൻ ശ്രമിക്കണ്ട. ശിവരാമൻ കണക്കില്ലാത്തൊരു നിധി കണ്ടെത്തുവാനായി നാളെ രാത്രി തന്നെ അനന്തൻകാട്ടിലേക്ക് പുറപ്പെടും. നമ്പി നമ്മളെ ചതിച്ചടാ. ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നിനെപ്പറ്റി ശിവരാമനെ മാത്രം അറിയിച്ചിട്ടാണ് അയാൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞത്. ബാഹുലേയൻ വാ പൊളിച്ച് നിന്നുപോയി. നിധിയോ? വല്യച്ഛൻ ശിവരാമന് മാത്രമായി നിധിയുടെ രഹസ്യം വെളിപ്പെടുത്തിയെന്നോ? എങ്കിലത് അവൻ കൈവശപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൈക്കലാക്കണം. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അവന്റെ നാളും ഗണവും ജന്മനക്ഷത്രവുമാണ് അവനെ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അവന് മാത്രമേ ആ നിധി കണ്ടെത്താനാവുകയുള്ളൂ. പക്ഷേ അതവൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ നിധിശേഖരം സ്വന്തമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നാളെ രാത്രി തന്നെ ആരും അറിയാതെ നമുക്ക് അവന്റെ പിന്നാലെ യാത്ര തുടരണം. നിധിയെന്ന് കേട്ടപ്പോഴേ ബാഹുലേയന്റെ ഉറക്കം പമ്പ കടന്നിരുന്നു. ആ പകൽ മുഴുവനും അച്ഛനും മകനും ചേർന്ന് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. ശിവരാമന്റെ ഓരോ നീക്കങ്ങളും ബാഹുലേയനും വിശ്വനാഥനും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പകല് മുഴുവനും ശിവരാമൻ നമ്പിയുടെ പൂജാമുറിയിലായിരുന്നു. വൈകുന്നേരം ശിവരാമൻ അമ്മ രാജലക്ഷ്മിയോടൊപ്പം കാരിക്കോട് കാവിലേക്ക് പോയി. അവിടുത്തെ വിളക്കുകൾ തെളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ശിവരാമൻ രാജലക്ഷ്മിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. അച്ഛൻ അറിഞ്ഞാൽ ഇനി ഇങ്ങനൊരു കാര്യത്തിനായി പറഞ്ഞയക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഇന്ന് തന്നെ കാരിക്കോട്ട് നിന്ന് അച്ഛൻ്റെ അരികിലേക്ക് പോകും. നീ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അമ്മ വിഷമിക്കാതിരിക്കൂ. തൽക്കാലം അച്ഛനോട് പറയൂ, ഞാൻ മാന്ത്രികവിദ്യകൾ പഠിക്കാൻ അനന്തൻകാട്ടിലേക്ക് പോയെന്ന്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ മടങ്ങി വരും. ആകാശത്ത് പൗർണമി തിങ്കൾ ഉദിച്ചുയർന്നു. അമ്മയോട് വിട ചൊല്ലി ശിവരാമൻ കാരിക്കോട്ട് മനയുടെ പടിയിറങ്ങി. മനയുടെ പടിപ്പുരയ്ക്ക് പുറത്തു കിടന്ന ശിവരാമൻ വേഗത്തിൽ നടന്നു നീങ്ങി. പൂനിലാവിൽ കുളിച്ചു നിന്ന വഴി. പൗർണമി തിങ്കളെ നോക്കിക്കൊണ്ട് ശിവരാമൻ ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചു. അവന്റെ തൊട്ടു പിന്നാലെ തന്നെ ഒളിച്ചും പാത്തും ഇരുട്ടിന്റെ മറപറ്റി വിശ്വനാഥനും ബാഹുലേയനും ഉണ്ടായിരുന്നു. കുറച്ചേറെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കുതിരവണ്ടി വഴിയരികിൽ നിൽക്കുന്നതായി ശിവരാമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അനന്തൻകാട് വരെ നല്ല ദൂരമുണ്ട്. നടന്നെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ദിവസങ്ങൾ ഏറെ എടുക്കും. അതിനാൽ ഇനി മുന്നോട്ടുള്ള യാത്ര ഈ കുതിരവണ്ടിയിലാകാം.
കുതിരവണ്ടിയിൽ കെട്ടിയിരുന്ന 2 കുതിരകളും നിലാവത്ത് വഴിയരികിലെ ഇളം പുലികൾ ആസ്വദിച്ച് തിന്നുകയായിരുന്നു. കുതിരവണ്ടിയിൽ കിടന്ന വൃദ്ധൻ ശിവരാമനെ കണ്ട് പുറത്തേക്ക് തലനീട്ടി ചോദിച്ചു, എവിടേക്കാ? ശിവരാമൻ മടിച്ചു പറഞ്ഞു, അനന്തൻകാട്. അനന്തൻകാടോ? വൃദ്ധന്റെ നെറ്റി തുളിഞ്ഞു. അതെ, എനിക്ക് അനന്തൻകാട്ടിലേക്കാണ് പോകേണ്ടത്. അയ്യോ കുഞ്ഞേ, എനിക്കവിടെ പോകാൻ ഭയമാ. അനന്തൻകാട്ടിലെ യക്ഷിയെപ്പറ്റി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈയുള്ളവന് ഭാര്യയും കുട്ടികളുമൊക്കെയുണ്ട്. ഞാനില്ലാതായാൽ എന്റെ മക്കൾ പട്ടിണിയാകും. പേരുകേട്ട മഹാമാന്ത്രികനായ കാരിക്കോട് നമ്പി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉവ്വ, ഒത്തിരി കേട്ടിട്ടുണ്ട്. വൃദ്ധൻ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചെറുമകനാ ഞാൻ. യക്ഷിയെ പൂട്ടുന്ന വിദ്യയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ദയവായി നിങ്ങൾ എന്നെ ആ കാട് വരെ ഒന്ന് എത്തിക്ക്. തന്റെ മുന്നിൽ നിൽക്കുന്നത് നമ്പിയുടെ ചെറുമകനാണെന്ന് അറിഞ്ഞ ആ നിമിഷം അയാൾ ശിവരാമനെയും കൊണ്ട് പാഞ്ഞു. അല്പം അകലെയായി മറ്റൊരു കുതിരവണ്ടിയിൽ വിശ്വനാഥനും ബാഹുലേയനും ശിവരാമന്റെ കുതിരവണ്ടിയുടെ പിന്നാലെ നീങ്ങി. ചെമ്മൺ പാതയിലൂടെ കുതിരവണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോഴും ശിവരാമൻ എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. കുഞ്ഞൊന്നും വിചാരിക്കരുത്. അനന്തൻകാട്ടിലേക്ക് ഇവിടെ നിന്ന് ഏറെ ദൂരമുണ്ട്. ഏകദേശം ഇവിടെ നിന്ന് അവിടം വരെ എത്താൻ 3 ദിവസങ്ങൾ പിടിക്കും. കാടെത്തിയാൽ ഞാൻ മടങ്ങിപ്പോരും. തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചു പോകാം. അത് കഴിഞ്ഞുള്ള യാത്ര ഞാൻ ഒറ്റയ്ക്ക് താണ്ടിക്കോളാം. അനന്തൻകാട്ടിൽ പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത അപകടങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട്. കണ്ണിന് കാണാൻ സാധിക്കാത്ത ദുഷ്ടശക്തികൾ ഇരുട്ടിൽ നമ്മെ കണ്ണുകെട്ടി കൊണ്ടുപോകുമത്രേ. ആ ശക്തിയുടെ വലയത്തിലകപ്പെട്ടാൽ നാം അപകടത്തിൽ അറിയാതെ ചെന്നു ചാടും. അവസാനം മരണമായിരിക്കും ഫലം. കണ്ണുകെട്ടി കൊണ്ടുപോവുകയോ? ശിവരാമൻ മനസ്സിലാകാത്തതുപോലെ കുതിരവണ്ടിക്കാരനോട് ചോദിച്ചു. അതെ, കണ്ണുകെട്ടി കൊണ്ടുപോകുക എന്ന ആ ഒരു കുരുക്കിന് പറയുന്നത്. അദൃശ്യശക്തികൾ ആരുടെയും രൂപത്തിൽ നമ്മോടൊപ്പം കൂടും. അവർ നമ്മളോട് സംസാരിക്കും. അത്തരം ശക്തികൾ നമ്മൾക്ക് മുന്നിൽ ഒരു മായാലോകം തീർക്കും. അതുകണ്ട് ഭ്രമിച്ച് നമ്മൾ അവർ കൊണ്ടുപോകുന്ന വഴിയെ അങ്ങ് നടക്കും. അവസാനം വല്ല പാറമടയിലോ വെള്ളക്കയത്തിലോ വീണ് നമ്മൾ മരണമടയും. ശിവരാമൻ ആ വൃദ്ധന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചു. അത്തരം ശക്തികൾക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അവയിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങളൊക്കെ എനിക്കറിയാം. സംസാരത്തിനിടയിൽ കുതിരക്കാരൻ പെട്ടെന്ന് വണ്ടി നിർത്തി. ദാ അക്കാണുന്ന പാതയോരത്താ എന്റെ വീട്. ഞാൻ വീട് വരെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നീണ്ട യാത്രയല്ലയോ? വീട്ടുകാരോട് പറഞ്ഞില്ലെങ്കിൽ അവർ വല്ലാതെ വിഷമിക്കും. എന്റെ കുടിലേക്ക് വേണമെങ്കിൽ കുഞ്ഞിന് വരാം. കുതിരകളെ ഒന്ന് കുളിപ്പിച്ചാൽ അവർ 2 പറക്കും. കുതിരക്കാരൻ വണ്ടിയിൽ നിന്ന് കുതിരകളെ 2നെയും അഴിച്ചുകൊണ്ട് തന്റെ കുടിലേക്ക് നടന്നു. ശിവരാമൻ വണ്ടിയുടെ അരികിൽ അക്ഷമനായി നിന്നു. ചുറ്റിനും ഒഴുകിപ്പരുന്ന നിലാവ്. മാവിൻ തലപ്പുകൾ ഉലച്ചുകൊണ്ട് ദൂരെ നിന്ന് ഒരു കാറ്റ് വീശിയെത്തി. കാറ്റിൽ പാലപ്പൂവിന്റെ മനം മയക്കുന്ന ഗന്ധം നിറഞ്ഞു. ശിവരാമൻ നിന്നിടത്ത് നിന്ന് അല്പം മുന്നോട്ട് നടന്നു. കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ചെമ്മൺ പാത. ഏറെ നേരം കഴിഞ്ഞിട്ടും കുതിരക്കാരൻ കുതിരകളെയും കൊണ്ട് മടങ്ങി വന്നില്ല. വഴിയരികിൽ നിന്ന് മുഷിഞ്ഞപ്പോൾ ശിവരാമൻ മുന്നോട്ട് നടന്നു. കുതിരക്കാരൻ ഭയന്നിരിക്കുന്നു. അയാൾ ഇനി തിരിച്ചു വരില്ല. അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാർ അയാളെ തടഞ്ഞു കാണാം. മുത്തച്ഛൻ പറഞ്ഞതുപോലെ പൗർണമി രാത്രിയിലെ ശുഭമുഹൂർത്തത്തിൽ തന്നെയാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് താൽക്കാലികമാണ് പോലും. ശിവരാമൻ തോൾസഞ്ചിയും തൂക്കി വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. വഴിയരികിൽ പതുങ്ങി നിന്ന ചെന്നായക്കൂട്ടങ്ങൾ ഉച്ചത്തിൽ കൂവി. നിശാചരന്മാരായ പക്ഷിക്കൂട്ടങ്ങൾ തന്റെ ഇരയെ തേടി തലങ്ങും വിലങ്ങും ഇടയ്ക്കിടെ പറന്നുകൊണ്ടിരുന്നു. അവയുടെ ശബ്ദങ്ങൾ ഏതൊരാളെയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. വളരെ ദൂരെയായി വിശ്വനാഥന്റെ കുതിരവണ്ടി ശിവരാമനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. എന്തോ സംശയം തോന്നിയ ശിവരാമൻ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഇല്ല, പിന്നിൽ ആരുമില്ല. തന്നെ ആരോ അനുഗമിക്കുന്നത് പോലെ അയാൾക്ക് ആ നിമിഷം തോന്നിപ്പോയി. ഒന്ന് നിന്ന് ചുറ്റുപാട് നിരീക്ഷിച്ചതിന് ശേഷം ശിവരാമൻ വീണ്ടും നടന്നു. ആ സമയം ഒരു കുതിരവണ്ടി എതിർദിശയിൽ നിന്ന് പാഞ്ഞു വന്നു. അത് അവന്റെ തൊട്ടരികിൽ വന്ന് നിന്നു. നല്ല ആരോഗ്യമുള്ള വയനാടൻ കുതിരകൾ. കറുത്ത കരിവീരന്മാരുടെ നീലൻ വാല് കാണാൻ തന്നെ നല്ല ചേലുണ്ടായിരുന്നു. കുതിരവണ്ടിയുടെ ഇരിപ്പിടങ്ങൾ പതുപതുത്തതും മസ്ലിൻ തുണിയിൽ പൊതിഞ്ഞതുമായിരുന്നു. അതിന്റെ അകവശം കൊത്തുപണികൾ നിറഞ്ഞതായിരുന്നു. കുതിരവണ്ടിയിൽ നിന്ന് നന്നേ ഉയരമുള്ള കറുത്ത ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. മുടി നീട്ടി വളർത്തിയ അയാൾ ചിരിച്ചുകൊണ്ട് ശിവരാമന്റെ അരികിലേക്ക് നീങ്ങി. പെട്ടെന്ന് അയാൾ ആരോ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. തൊട്ടുമുന്നിൽ നിന്ന് ശിവരാമനിൽ നിന്ന് അയാൾ അല്പം അകലം പാലിച്ചു.
ശിവരാമൻ അയാളെ അടിമുടി നോക്കി. ഉടുത്തിരുന്ന കറുത്ത മുണ്ടിന്റെ അരഭാഗത്തായി മറ്റൊരു കറുത്ത തുണി ചുറ്റിക്കെട്ടിയിരുന്നു. കഴുത്തിന് ചുറ്റും കറുത്ത തിളക്കമുള്ള ഒരു മേൽമുണ്ടും അയാൾ അണിഞ്ഞിരുന്നു. ചെവിയിൽ ചുവന്ന് തിളങ്ങുന്ന കടുക്കൻ, നെറ്റിയിൽ കറുത്തൊരു ഗോപിക്കുറി. കുഞ്ഞെങ്ങോട്ടാണ് ഈ രാത്രിയിൽ പോകുന്നത്? അയാൾ ഭവ്യതയോടെ ശിവരാമനോട് ചോദിച്ചു. ഞാൻ ദൂരെ ഒരിടം വരെ പോവുകയാണ്. നിങ്ങളതെന്തിനാണ് അറിയുന്നത്? എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം. ശിവരാമൻ അല്പം നേരം ചിന്തിച്ചു നിന്നെങ്കിലും പിന്നീട് അയാൾ കുതിരവണ്ടിയിൽ കയറിയിരുന്നു. എനിക്ക് അനന്തങ്കാട് വരെ പോകണം. കുഞ്ഞിനെ എവിടേക്ക് കൊണ്ടുപോകാനാണെങ്കിലും ഞാൻ തയ്യാറാണ്. ആ കുതിരവണ്ടി അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു വൃദ്ധയായ സ്ത്രീ അവിടേക്ക് നടന്നു വന്നു. കുതിരവണ്ടി മുന്നോട്ട് പോകാനായി തിരക്കുകൂട്ടി. പെട്ടെന്ന് ആ സ്ത്രീ വണ്ടിയുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ രാത്രിയിൽ മോനിത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ശിവരാമൻ വൃദ്ധയെ സൂക്ഷിച്ചു നോക്കി. മരിച്ചുപോയ തന്റെ മുത്തശ്ശിയുടെ ഒരു മുഖഛായ ആ സ്ത്രീക്കുള്ളതായി ശിവരാമന് തോന്നി. അമ്മ, ഞാൻ അനന്തങ്കാട് വരെ പോവുകയാണ്. വൃദ്ധയുടെ നെറ്റി ചുളിഞ്ഞു. അപകടം, അങ്ങോട്ട് പോകരുതേ. ദുഷ്ടാത്മാക്കൾ അലഞ്ഞു നടക്കുന്ന സ്ഥലമാ അത്. മകനെ, നീ അവിടേക്ക് പോകരുതെന്നേ ഞാൻ പറയൂ. കുതിരവണ്ടിക്കാരന് അത് കേട്ട് ദേഷ്യം വന്നു. വഴി മുടക്കാതെ മാറി നിൽക്കേണ്ട കിളവി. പറഞ്ഞതിനോടൊപ്പം തന്നെ അയാൾ കുതിരകളെ മുന്നോട്ട് ഓടിച്ചു കഴിഞ്ഞിരുന്നു. കുതിരവണ്ടി അകന്നുപോയി. വൃദ്ധ പിന്നിൽ വഴിയുടെ ഒത്ത നടുവിലായി കുതിരവണ്ടിയെ നോക്കി നിന്നു. നോക്കി നിൽക്കെ ആ വൃദ്ധ കൺമുന്നിൽ നിന്നും മറഞ്ഞുപോയി. ശിവരാമൻ ഇരുട്ടിലേക്ക് എത്തി നോക്കി. എന്നാലും ഇത്ര പെട്ടെന്ന് അവരിങ്ങോട്ട് പോയി. വൃദ്ധയെ പറ്റിയുള്ള ചിന്തകൾ ശിവരാമനെ അലട്ടി. കുതിരകൾ കാറ്റിനൊപ്പം പായുകയായിരുന്നു. വണ്ടിയിലിരുന്ന ശിവരാമൻ ആകെ ആടി ഉലഞ്ഞു. നിങ്ങളൊന്ന് പയ്യെ പോകൂ. 12-ന് മുമ്പ് യക്ഷിക്കാവ് കടക്കണം. അല്ലാത്ത പക്ഷം അവളുടെ മായ വലയത്തിലകപ്പെട്ട് ദിക്ക് തെറ്റിയെന്ന് വരും. കുതിരവണ്ടിക്കാരൻ ഒരു മുന്നറിയിപ്പെന്ന വണ്ണം പറഞ്ഞു. പാറകൾ തെളിഞ്ഞു കാണാവുന്ന ആ വഴിയിലൂടെ കുതിരകൾ കുതിച്ചു പാഞ്ഞു. ഒരു കൂട്ടം കാട്ടുചെന്നായ്ക്കൾ കുതിര ഓടുന്ന അതേ വേഗത്തിൽ വണ്ടിക്കൊപ്പം പാഞ്ഞു മുന്നേറി. ഈ രാത്രിയിൽ ഇവറ്റകൾ ഒപ്പം കൂടുന്നത് സാധാരണയാണ്. അവ നിലാവ് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ ഊരിയിട്ടു. ഇരുട്ടിൽ അവയുടെ കണ്ണുകൾ വടൂരിയ കല്ല് കണക്കെ മിന്നിത്തിളങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെന്നായ്ക്കളുടെ ഒരു വലിയ കൂട്ടം തന്നെ കുതിരവണ്ടിക്ക് ഒപ്പം കൂടി. നാവ് നീട്ടിക്കൊണ്ട് അവ പാഞ്ഞെടുത്തു. വണ്ടിക്കാരൻ ചാട്ട ഉയർത്തി അവയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. മരിച്ചുപോയവരുടെ ദുരാത്മാക്കളാണിവയെന്നും ഇഷ്ടമനുസരിച്ച് ഇവയ്ക്ക് രൂപം മാറാനാകുമെന്നും ഇവിടെയുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെന്നായ്ക്കൂട്ടത്തെ ഒറ്റ നോട്ടം കൊണ്ട് നിയന്ത്രിക്കാൻ ആ വണ്ടിക്കാരന് കഴിഞ്ഞു. അത് വണ്ടിയിലിരുന്ന ശിവരാമൻ പ്രത്യേകം ശ്രദ്ധിച്ചു. വണ്ടിക്കാരന്റെ ചാട്ടവാർ ഉയർന്നു താണപ്പോൾ കുതിരകൾ കരഞ്ഞുകൊണ്ട് പരക്കം മാഞ്ഞു. കുതിരകളുടെ വേഗത ശിവരാമനെ അത്ഭുതപ്പെടുത്തി. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ശിവരാമൻ പുറത്തേക്ക് നോക്കി. പുറത്തെ വഴിയരികിൽ പൂത്തുനിൽക്കുന്ന എഴിലമ്പാലയ്ക്ക് അരികിലൂടെ കുതിരവണ്ടി പാഞ്ഞു നീങ്ങിയത് 3-ാം തവണയായിരുന്നു. ശിവരാമന് ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു. വണ്ടി നിർത്തൂ. ഈ വണ്ടി ഈ വഴിയരികിൽ തന്നെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്നെ നിങ്ങൾ പറ്റിക്കുകയാണോ? വണ്ടിക്കാരന്റെ ഒരു ഉത്തരവും ഉണ്ടായില്ല. കുതിരക്കുളമുടി ശബ്ദത്തിന് പകരം പുറത്തുനിന്ന് ഒരു കാട്ടുമൃഗത്തിന്റെ മുരൾച്ചയാണ് ശിവരാമൻ അപ്പോൾ കേൾക്കാനായത്. പൊടുന്നനെ വണ്ടി നിന്നു. ശിവരാമൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കറുത്ത ചെന്നായ്ക്കൂട്ടങ്ങൾ ശിവരാമന്റെ ചുറ്റിനും വളഞ്ഞു. ഇഷ്ടമനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ള ദുരാത്മാക്കളാണ് അവയെന്ന് അവയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. കുതിരവണ്ടിക്കാരന്റെ സ്ഥാനത്ത് ചെന്നായെപ്പോലെ തോന്നിക്കുന്ന ഒരു ആജാനുബാഹുവായ മനുഷ്യൻ. കുതിരകൾ അവയുമില്ല. പകരം അസാധാരണമായ വലിപ്പമുള്ള 2 കറുത്ത പെൺചെന്നായ്ക്കൾ. പുകച്ചുരുൾ പോലെയുള്ള ചില രൂപങ്ങൾ ശിവരാമന് ചുറ്റും കറങ്ങി നടന്നു. മുത്തശ്ശനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവരാമൻ കണ്ണടച്ചു. മന്ത്രങ്ങൾ ചൊല്ലി. കുറച്ച് ദൂരെ മാറി നിന്ന് വിശ്വനാഥൻ മരങ്ങളുടെ മറപറ്റി മുന്നിലെ കാഴ്ച കണ്ട ആഭിചാരക്രിയകൾ വഴി അച്ഛൻ നേടിയെടുത്ത ഈ മായാജാല വിദ്യകളിൽ നിന്ന് ശിവരാമന് രക്ഷപ്പെടാനാവില്ല. ബാഹുലേയൻ തന്റെ പിതാവിനെ പുകഴ്ത്തി. അവന്റെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവനാൽ ഈ നിധി നമ്മുടെ കൈവശം തന്നെ വന്നു ചേരും. ബാഹുലേയ, നീ വിദ്യകളെല്ലാം പഠിച്ചെടുക്കണം. വിശ്വനാഥൻ അടുത്തുനിന്ന് ബാഹുലേയനെ പ്രോത്സാഹിപ്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ശിവന്റെ ചുറ്റിനും കൂടിയ പ്രേതാത്മാക്കൾ വായുവിൽ അലിഞ്ഞു ചേർന്നു. ഒട്ടും ഭയം കൂടാതെ ശിവരാമൻ മുന്നോട്ട് നടന്നു. ആ കാഴ്ച കണ്ട് വിശ്വനാഥന് കലിയടക്കാനായില്ല. ഇത്തവണയും അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. നമ്പിയിൽ നിന്ന് അവൻ ഏറെ പഠിച്ചിരിക്കുന്നു.
നീ വാ ബാഹുലയ, അവനെ വെറുതെ വിടാൻ ഞാൻ ഒരുക്കമല്ല. എന്റെ അവനാഴിയിൽ ആയുധങ്ങൾ ഇനിയും ഏറെയുണ്ട്. ആ സമയം ശിവരാമൻ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഇനിയും തന്റെ വഴിയിൽ പലരും വന്നു ചേരും, മാർഗതടസ്സം ഉണ്ടാക്കും. ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ആ രാത്രി അങ്ങനെ ഇരുണ്ടു വെളുത്തു. ഒരു മരച്ചുവട്ടിൽ അല്പമൊന്ന് വിശ്രമിച്ചതിന് ശേഷം തോൾസഞ്ചിയിൽ കൊണ്ടുവന്ന കുറച്ച് ഭക്ഷണം കഴിച്ച് ശിവരാമൻ വീണ്ടും യാത്രക്കൊരുങ്ങി. ഇന്ന് രാത്രിയോടെ താൻ അനന്തങ്കാട്ടിലെത്തും. ഇനി അങ്ങോട്ടുള്ള വഴി തിട്ടമില്ല. അവൻ ഉടൻ തന്നെ മുത്തശ്ശൻ നമ്പി സമ്മാനിച്ച ആ തുകൽ ചട്ടക്കായി തോൾസഞ്ചിയിൽ പരതാൻ തുടങ്ങി. മാർഗരേഖകൾ അടയാളപ്പെടുത്തിയ ആ തുകൽ ചട്ട തോൾസഞ്ചിയിൽ ഇല്ലെന്ന സത്യം അപ്പോൾ മാത്രമാണ് ശിവരാമൻ തിരിച്ചറിഞ്ഞത്. ഇനി എന്തു ചെയ്യും? ശിവരാമൻ ആലോചിക്കാൻ തുടങ്ങി. വഴിയറിയാതെ നിൽക്കുന്ന ശിവരാമന്റെ ഭാവം വിശ്വനാഥനിൽ ഏറെ സന്തോഷമുണ്ടാക്കി. എന്റെ ഇഷ്ടമൂർത്തി ആ മാർഗരേഖ എന്റെ കയ്യിൽ വളരെ ഭദ്രമായി തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജ്യേഷ്ഠനായ നമ്പിക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ നമ്പിയുടെ ചെറുമകൻ ശിവരാമൻ എന്നെ തോൽപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല. ഇനിയൊരു ദുരാത്മാവിന് അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ അവന്റെ മനസ്സിന്റെ നിയന്ത്രണം എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. പക്ഷേ അവന്റെ മനോധൈര്യം അത് അപാരമാണ്. ഭയം, ആ വികാരം അവന്റെ 7 അയലത്തൂടി പോയിട്ടില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ അവനെ ഭയപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം. തോൾസഞ്ചിയിൽ ആകമാനം ശിവരാമൻ അരിച്ചുപെറുക്കി. പക്ഷേ ആ മാർഗരേഖ കണ്ടെത്തുവാൻ അവനായില്ല. നമ്പി പറഞ്ഞുകൊടുത്ത പല ഉപായങ്ങളും ശിവരാമൻ ഓർത്തെടുത്തു. അവൻ അടുത്ത് കണ്ട ഒരാരിൽ മുങ്ങി നിവർന്ന് ഈരനോടെ പ്രാർത്ഥനയിൽ മുഴുകി. മുത്തശ്ശനിൽ നിന്ന് വശത്താക്കിയ ഗരുഡമന്ത്രം അവൻ തെറ്റാതെ ചൊല്ലി. പതഞ്ഞൊഴുകുന്ന ആറിനരികിൽ നിന്ന് ഗരുഡമന്ത്രം ചൊല്ലുന്ന ശിവരാമന്റെ തലക്ക് മുകളിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നു. 3 വലത്ത് വെച്ച് കൃഷ്ണപ്പരുന്ത് താഴ്ന്ന് പറന്ന് ശിവരാമന്റെ തോളിൽ വന്നിരുന്നു. തന്റെ മന്ത്രങ്ങൾ ഫലം കണ്ടെന്നറിഞ്ഞപ്പോൾ ശിവരാമൻ കണ്ണുകൾ തുറന്നു. തന്റെ തോളിൽ കൃഷ്ണപ്പരുന്തിനെ കണ്ടപ്പോൾ ശിവരാമന് അടക്കാനാവാത്ത സന്തോഷം തോന്നി. ശ്രീകൃഷ്ണപ്പരുന്തിനെ വണങ്ങിയതിനു ശേഷം അവൻ കയ്യിൽ കിടന്ന മുത്തശ്ശന്റെ നവരത്ന കല്ലുകൾ പതിച്ച മോതിരം കൃഷ്ണപ്പരുന്തിന്റെ ചുണ്ടിൽ മുട്ടിച്ചു. ഇനി അങ്ങോട്ട് എന്റെ വഴികാട്ടിയാകണം. മാർഗതടസ്സങ്ങൾ ഏറെയാണ്. ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്നെ സഹായിക്കണം. ശിവരാമന്റെ തോളിലിരുന്ന ശ്രീകൃഷ്ണപ്പരുന്ത് 1-2 വട്ടം ഒച്ചവെച്ച് ചിലച്ചതിനു ശേഷം മുകളിലേക്ക് പറന്നു. താഴ്ന്നു പറന്ന പരുന്തിന് പിന്നാലെ ശിവരാമൻ യാത്ര തുടർന്നു. ഇത്തവണയും വിശ്വനാഥൻ പരാജയപ്പെട്ടു. പരാജയങ്ങൾ ഏറ്റുവാങ്ങും തോറും ബാഹുലയന് ദേഷ്യമേറി വന്നു. ആ പകൽ ശിവരാമൻ ഒരു വട്ടം മാത്രമാണ് വിശ്രമിച്ചത്. ശിവരാമന്റെ പിന്നാലെ നടന്ന് ബാഹുലയൻ തളർന്നു തുടങ്ങി. പക്ഷേ വിശ്വനാഥൻ ഒട്ടും തളർന്നില്ല. പിന്നീടും പല തന്ത്രങ്ങളും വിശ്വനാഥൻ പയറ്റി നോക്കി. പക്ഷേ ശിവരാമനെ ഭയപ്പെടുത്താൻ, അവന്റെ മനസ്സ് നിയന്ത്രണ വിധേയമാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അന്ന് വൈകിട്ട് ശിവരാമൻ അനന്തങ്കാട്ടിലേക്ക് പ്രവേശിച്ചു. ഒപ്പം ഒളിഞ്ഞും പാത്തും ബാഹുലയനും വിശ്വനാഥനും. നേരമിരുട്ടിയപ്പോൾ ശ്രീകൃഷ്ണപ്പരുന്ത് ശിവരാമന്റെ തോളിൽ ഇരിപ്പുറപ്പിച്ചു. ശ്രീകൃഷ്ണപ്പരുന്തിന്റെ ചലനത്തിലൂടെയുള്ള ഓരോ അടയാളങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ശിവരാമൻ വഴി തെറ്റാതെ മുന്നേറിക്കൊണ്ടിരുന്നു. നിലാവെളിച്ചം നന്നേ കുറഞ്ഞ ആ രാത്രിയിൽ മുന്നിലെ കാഴ്ചകൾ അവ്യക്തമാകാൻ തുടങ്ങിയിരുന്നു. തോൾസഞ്ചിയിൽ കരുതിയ സാമഗ്രികളാൽ ശിവരാമൻ വലിയൊരു തീപ്പന്തം തയ്യാറാക്കി. മുന്നിലെ കനത്ത ഇരുട്ട് വിശ്വനാഥന് ഒരു വെല്ലുവിളിയായി. എന്നാലും ഒട്ടും പിന്നോട്ട് മാറാൻ തയ്യാറാകാതെ അയാളും മകനും ഒളിച്ചൊളിച്ച് ശിവരാമന്റെ പുറകെ തന്നെ നടപ്പു തുടർന്നു. വഴിമധ്യേ കരിമ്പനുകൾ തഴച്ചു വളർന്നു നിന്നിരുന്നു. അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് കൂമന്മാർ ചിറകടിച്ചൊച്ചയുണ്ടാക്കി. തീപ്പന്തത്തിന്റെ പ്രകാശം മുന്നിലെ ഇരുട്ടിനെ മായ്ച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ആ സമയത്ത് ശിവരാമൻ പെട്ടെന്ന് നിന്നു. പിന്നിൽ ഒരു കൊലുസിന്റെ ശബ്ദം കേൾക്കുന്നതായി അയാൾക്ക് തോന്നി. അവൻ കാതു കൂർപ്പിച്ചു. ചിലങ്കയുടെ ശബ്ദം അടുത്തടുത്തായി തന്നെ കേൾക്കാൻ തുടങ്ങി. തോളിലിരുന്ന കൃഷ്ണപ്പരുന്ത് ഉച്ചത്തിൽ ചിലച്ചു. ശിവരാമൻ ഉടനെ നടത്തം നിർത്തി. ഒരു കൂറ്റൻ ഏഴിലമ്പാലയുടെ താഴെയാണ് താനിപ്പോൾ നിൽക്കുന്നത്. പാലപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ആ മരത്തിന് താഴെ നിന്നുകൊണ്ട് ശിവരാമൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. പാലയുടെ അടുത്തായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരറയാല്, അതിൽ തൂങ്ങിയാടുന്ന തടിച്ച വേരുകൾ. നിലം തൊട്ടു നിന്ന വേരുകളിൽ പെരുമ്പാമ്പുകൾ ചുറ്റിപ്പിടഞ്ഞു കിടന്നിരുന്നു. ശ്രീകൃഷ്ണപ്പരുന്ത് തോളിലിരുന്നു കൊണ്ട് ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇനിയും മുന്നോട്ട് നടക്കാനുള്ള ഒരടയാളവും കൃഷ്ണപ്പരുന്തിൽ നിന്നുണ്ടായില്ല. പാലപ്പൂവിന്റെ മാസ്മരിക ഗന്ധം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ശിവരാമൻ ഏഴിലമ്പാല ചുവട്ടിൽ നിശ്ചലനായി നിന്നു. നിശ്ചയിക്കാത്ത നേരത്ത് പാലയുടെ മുകളിൽ നിന്ന് അലറിക്കൊണ്ട് ഒരു സ്ത്രീരൂപം അവന്റെ കഴുത്തിലേക്ക് ചാടി വീണു.
ശിവരാമൻ നിയന്ത്രണം വിട്ട് നിലത്തേക്ക് വീണുപോയി. ശ്രീകൃഷ്ണപ്പരുന്ത് പറന്ന് പേരാലിന്റെ കൊമ്പിൽ സ്ഥാനം പിടിച്ചു. നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഒരു സ്ത്രീയുടെ ചിരിശബ്ദം ഉയർന്നു. നിലത്ത് വീണ് കിടന്ന ശിവരാമൻ ചാടിപ്പിടഞ്ഞെണീറ്റു. തൊട്ടു മുന്നിൽ 7 അടി പൊക്കത്തിൽ നിൽക്കുന്ന സ്ത്രീരൂപത്തെ കണ്ട് അവൻ 2 അടി പിന്നോട്ട് വെച്ചു. കാലിൽ വലിയ മുത്തുകളുള്ള വെള്ളിത്തള, വെളുത്ത ചേല ഉടലിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു. അരയിൽ വീതിയേറിയ സ്വർണ്ണ അരഞ്ഞാണ്, അലസമായി അഴിച്ചിട്ടിരിക്കുന്ന നീളൻ മുടി, കഴുത്തിൽ ശംഖുമാല, ആരെയും ആകർഷിക്കുന്ന അങ്കലാവണ്യം. സ്ത്രീരൂപം ശിവരാമന്റെ അരികിലേക്ക് നടന്നെടുത്തു. അയാൾ നിശ്ചലനായി നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. അയാളുടെ കൺപീലികൾ പോലും ചലിച്ചില്ല. തന്റെ അടുത്തേക്ക് നടന്നെടുത്ത സ്ത്രീരൂപം പെട്ടെന്നങ്ങ് വളരാൻ തുടങ്ങി. ശിവരാമൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. കറുത്ത നീണ്ട പുഴക്കുടികളുടെ ഒത്ത നടുവിൽ വലിയ സിന്ദൂരപ്പൊട്ട്, നീണ്ട മൂക്കിൽ ചന്ദ്രക്കല പോലെയുള്ള മൂക്കുകുത്തി, ചുവന്ന ആദരങ്ങളുടെ അറ്റത്ത് നീണ്ട കൂർത്ത ദംഷ്ട്രകൾ തിളങ്ങി നിന്നു. കാട്ടുമൃഗങ്ങളുടെ മുരൾച്ചയും മൂളലും ഉയർന്നു കേട്ട അന്തരീക്ഷത്തിൽ പൊടുന്നനെ ആ സ്ത്രീയുടെ ഉച്ചത്തുള്ള അട്ടഹാസം അലയടിച്ചു. കുറച്ചകലെയായി വൃക്ഷങ്ങളുടെ മറപറ്റി പതുങ്ങി നിന്ന വിശ്വനാഥൻ ബാഹുലേയന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അച്ഛൻ വിജയിച്ചിരിക്കുന്നു. ഇത്തവണ ശിവരാമൻ ഭയന്ന് വിറയ്ക്കും. അതോടെ അവന്റെ ശരീരം അച്ഛന്റെ അടിമകളായ ആത്മാക്കൾക്ക് സ്വന്തമാക്കാം. നമ്മൾ ഉറപ്പായും വിജയിക്കുമച്ച. ബാഹുലേയ, നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ നിൽക്കുന്ന സ്ത്രീരൂപം എന്റെ ഉപാസനാമൂർത്തിയല്ല. ഇത് അനന്തൻകാട്ടിലെ യക്ഷിയ. ഇവളെ തളക്കാൻ ഇതുവരേക്കും ആർക്കും കഴിഞ്ഞിട്ടില്ല. വിശ്വനാഥന്റെ വാക്കുകൾ കേട്ട് ബാഹുലേയന്റെ കാലുകൾ വിറച്ചു. ആ സമയം വിശ്വനാഥൻ ചില മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ശിവരാമന് താൻ നിന്ന ഭൂമിക്കടിയിലായി ചെറിയ കമ്പനങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. സ്ത്രീരൂപം ശിവരാമന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ആ ഭൂമി പിളർന്ന് ശിവരാമൻ ഒരലർച്ചയോടെ അതിനുള്ളിലേക്ക് പതിച്ചു. അഗാധമായ ഗർത്തത്തിലേക്ക് വീഴുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടം വരെ എത്തിച്ച ആ ശ്രീകൃഷ്ണപ്പരുന്തിന്റെ ചിറകിടി ശബ്ദവും അയാൾ കേട്ടു. ശിവരാമന്റെ അലർച്ച കാട്ടിലെ മരങ്ങൾ തട്ടി വീണ്ടും വീണ്ടും മുഴങ്ങിക്കേട്ടു. വിശ്വനാഥൻ ഭയത്തോടെ ഇരുട്ടിൽ മുന്നോട്ട് നോക്കി. പാലച്ചുവട്ടിൽ കത്തി പകുതിയാകാറായ തീപ്പന്തം നിലത്ത് വീണ് കിടന്നിരുന്നു. പക്ഷെ അവിടെ ശിവരാമനോ ആ ശ്രീകൃഷ്ണ പരുന്തോ ഇല്ലായിരുന്നു. കരിമ്പനിയോളം പൊക്കമുള്ള ആ സ്ത്രീയുടലും അപ്രത്യക്ഷമായിരുന്നു. ഇത്ര വേഗത്തിൽ എല്ലാം തന്നെ കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയോ? താൻ ഇവിടം വരെ പിന്തുടർന്നു വന്ന ശിവരാമൻ എവിടെ? അവൻ എന്തു പറ്റി? അവന്റെ വഴികാട്ടിയായ ആ ശ്രീകൃഷ്ണപ്പരുന്ത് അതെവിടെ പോയി? യക്ഷി അവനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത്? വിശ്വനാഥൻ തന്നോട് തന്നെ ആ ചോദ്യങ്ങൾ അത്രയും ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ ആ പരിസരം വളരെ ശാന്തമായി കാണപ്പെട്ടു. ബാഹുലേയനും ഒന്നും തന്നെ മനസ്സിലായില്ല. കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയ ശിവരാമനെ പറ്റി അറിയാൻ വിശ്വനാഥൻ തന്റെ ഉപാസനാമൂർത്തികളുടെ സഹായം തേടി. പക്ഷേ നിരാശയായിരുന്നു ഫലം. അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് വീണതുപോലെയാണ് ശിവരാമന് തോന്നിയത്. അയാൾ തന്റെ ദേഹത്ത് പറ്റിയ മണൽപ്പൊടി തൂത്തുകൊണ്ട് നന്നേ പ്രയാസപ്പെട്ട് നിലത്ത് നിന്ന് എണീറ്റു. ദേഹത്ത് അവിടെ ഇവിടെ ഉരഞ്ഞു പൊട്ടിയിട്ടുണ്ട്. അല്ലാതെ മറ്റു കാര്യമായ പരിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അരണ്ട ഒരു പ്രകാശം മാത്രമേ ആ പരിസരത്തുണ്ടായിരുന്നുള്ളൂ. തീർത്തും വ്യത്യസ്തമായ ഒരു സ്ഥലം. ശിവരാമൻ ചുറ്റുപാടും നോക്കി. ഉടനെ കഴുത്തിൽ അയാൾക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. കഴുത്തിന് ഇരുവശവും വെള്ളിത്തളയിട്ട 2 കാൽപാദങ്ങൾ. നേരത്തെ കണ്ട ആ സ്ത്രീരൂപം തന്റെ കഴുത്തിൽ ഇരുന്നു കൊണ്ട് കാലുകൾ മുന്നോട്ട് തൂക്കിയിട്ടിരിക്കുന്നതാണെന്ന് ശിവരാമന് അപ്പോഴാണ് മനസ്സിലാക്കാനായത്. ഒട്ടും ഭയം കൂടാതെ ശിവരാമൻ ചോദിച്ചു, "നീ ആരാണ്?" മറുപടിക്ക് പകരം കർണം തുളച്ചു കയറുന്ന ഒരു ചിരിയാണ് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. "നീ എന്നെ ഭയപ്പെടുത്തുകയാണോ?" മനോബലം കൈവിടാതെ ശിവരാമൻ വീണ്ടും ചോദിച്ചു. "നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അത് നടക്കില്ല." സ്ത്രീരൂപം തോളിൽ ഇരുന്നു കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. അടുത്ത നിമിഷം വികൃതമായ മുഖമുള്ള ചില രൂപങ്ങൾ ശിവരാമന്റെ കാലിൽ പിടുത്തമിട്ടു. അവയുടെ നീണ്ടു കൂർത്ത നഖങ്ങൾ അയാളുടെ കാലിലെ മാംസത്തിൽ ആഴ്ന്നിറങ്ങി. വേദന സഹിക്കാനാവാതെ അയാൾ അലറി വിളിച്ചു, "ഞാൻ കാവലിരിക്കുന്ന നിധി നിനക്കൊരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല." യക്ഷി കാവലിരിക്കുന്ന അനന്തങ്കാട്ടിലെ ആ നിധിശേഖരം. ആ നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയിൽ തരണം ചെയ്യേണ്ട ഏറ്റവും വലിയ തടസ്സമാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന അനന്തൻകാട്ടിലെ യക്ഷി. യക്ഷി ശിവരാമനെ തുറിച്ചു നോക്കി. "നീ ജീവനോടെ ഇവിടെ നിന്ന് പുറത്തു പോകില്ല. ഇതിനു മുമ്പും ഈ നിധി അന്വേഷിച്ച് ഇവിടേക്ക് പലരും എത്തിയിട്ടുണ്ട്. അവരുടെ ഗതികിട്ടാത്ത ആത്മാക്കളാണ് നിന്റെ കാൽ പിടുത്തമിട്ടിരിക്കുന്ന ഈ വികൃത രൂപങ്ങൾ. നിന്റെ ചുടിച്ചോരയാൽ ഞാൻ എന്റെ ദാഹം തീർക്കും. നിന്റെ ശരീരം ഇവർ ആഹാരമാക്കിക്കോളും."
ശിവരാമന്റെ വെളുത്ത കഴുത്തിലെ നീലിച്ച ഞരമ്പിലേക്ക് യക്ഷി ആർത്തിയോടെ നോക്കി. അവളുടെ കൂർത്ത മൂർച്ചയേറിയ നഖങ്ങൾ അയാളുടെ തലമുടിയിഴകളെ തലോടി നെഞ്ചിന്റെ ഒത്ത നടുവിൽ വന്നു നിന്നു. വെളുത്ത കൂർത്ത ദംഷ്ട്രകളിൽ നിന്ന് ഉമിനീർ ശിവരാമന്റെ കഴുത്തിലേക്ക് ഇറ്റിറ്റു വീണു. അവന്റെ തോളിൽ ഇരിപ്പുറപ്പിച്ച യക്ഷിയുടെ ഭാരം ശിവരാമന് സഹിക്കാനാവാതെയായി. കഴുത്തിൽ നിന്ന് മുന്നിലേക്ക് തൂക്കിയിട്ടിരിക്കുന്ന കാലുകളിലെ തലകൾ കിലുക്കി യക്ഷി അപ്പോൾ ഉച്ചത്തിൽ ചിരിച്ചു. കൂർത്ത ദംഷ്ട്രകളിൽ നിന്ന് ഇറ്റിറ്റു വീണ ഉമിനീരിൽ ശിവരാമന്റെ തോള് നനഞ്ഞു. താങ്ങാനാവാത്ത യക്ഷിയുടെ ശരീരഭാരത്താൽ ശിവരാമൻ നിലത്തേക്ക് മുട്ടുകുത്തി ഇരുന്നു പോയി. ശിവരാമൻ ആ നിമിഷം മുത്തശ്ശനായ നമ്പിയുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ശിവരാമൻ ഉരുവിട്ട മന്ത്രധ്വനികൾ കേട്ട് യക്ഷിക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു. മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന ആ സമയത്ത് അയാൾ തന്റെ കഴുത്തിൽ കിടന്നിരുന്ന ചെറിയൊരു രുദ്രാക്ഷമാല പൊട്ടിച്ച് താഴേക്കെറിഞ്ഞു. നൂലിൽ കൊരുത്ത രുദ്രാക്ഷങ്ങൾ നിലത്തേക്ക് പൊട്ടിച്ചിതറി വീണു. അവ ശിവരാമന്റെ കാലിൽ പിടുത്തമിട്ട ആ വികൃത രൂപങ്ങൾക്ക് നേരെ ഉരുണ്ടു നീങ്ങി. പെട്ടെന്ന് ഒരലർച്ചയോടെ ആ ദുരാത്മാക്കൾ ഒരുപിടി ചാരമായി മാറി. തൊട്ടടുത്ത നിമിഷം യക്ഷി അലറിക്കൊണ്ട് ശിവരാമന്റെ നെഞ്ചിന് നടുവിലേക്ക് തന്റെ കൂർത്ത നഖങ്ങൾ കുത്തിയിറക്കാൻ ശ്രമിച്ചു. ഞൊടിയിടയിൽ അയാൾ തന്റെ തോളിലിരുന്ന യക്ഷിയുടെ നീണ്ട മുടിയിൽ പിടിച്ച് മുന്നോട്ടേക്ക് വലിച്ചു. ക്രോധം കൊണ്ട് യക്ഷിയുടെ കണ്ണുകൾ ചുവന്നു. ശിവരാമൻ ഇടതടവില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലി. മന്ത്രധ്വനികൾ കാതിൽ പതിഞ്ഞ നിമിഷം അനന്തൻകാട്ടിലെ അളവില്ലാത്ത നിധിയുടെ കാവൽക്കാരിയായ ആ യക്ഷിക്ക് തന്റെ ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെയുള്ള അനുഭവമുണ്ടായി. ശിവരാമൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ യക്ഷിയുടെ നീളൻ മുടിയിൽ പിടിച്ചു വലിച്ച് ആ സ്ത്രീയുടലിനെ തന്റെ തോളിൽ നിന്ന് നിലത്തേക്കിട്ടു. അലറിയെടുത്ത യക്ഷിയുടെ ചൂണ്ടുവിരലിലെ കൂർത്ത നഖം മുടിച്ചെടുത്ത് നമ്പി പറഞ്ഞതുപോലെ ശിവരാമൻ യക്ഷിയുടെ നെറുകയിൽ തറച്ചു കയറ്റി. അലറിക്കരഞ്ഞുകൊണ്ട് യക്ഷി നിലത്തേക്ക് വീണു. അടുത്ത നിമിഷം ചിറകടിച്ച് പറന്നുകൊണ്ട് ശ്രീകൃഷ്ണപ്പരുന്ത് ദൂരെ എവിടെ നിന്നോ തൊട്ടടുത്ത പാറക്കെട്ടിന് മുകളിൽ വന്നിരുന്നു. നിലത്തി വീണിരുന്ന യക്ഷിയുടെ തലയിൽ തലോടി ചെയ്തുപോയ കൃത്യത്തിന് മാപ്പിരുന്ന ശേഷം ശിവരാമൻ യക്ഷിയുടെ ശരീരത്തിൽ തൊട്ടു മുന്നിലിരുന്ന് യക്ഷി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. സമയമേറെ കടന്നുപോയി. ആ രാത്രി ഇരുട്ടി വെളുക്കും വരെ ശിവരാമൻ മന്ത്രോച്ചാരണങ്ങൾ തുടർന്നു. ധ്യാനനിരതനായിരുന്ന് യക്ഷി മന്ത്രങ്ങൾ ഉരുവിട്ട ശിവരാമന്റെ മുന്നിൽ കിടന്ന സ്ത്രീരൂപത്തിന് പിന്നീട് ചില മാറ്റങ്ങൾ സംഭവിച്ചു. യക്ഷി കണ്ണുകൾ തുറന്ന് എണീറ്റ് ശിവരാമന്റെ മുന്നിൽ ചമ്രം മടിഞ്ഞിരുന്നു. ആ നേരം ശിവരാമൻ മന്ത്രങ്ങൾ പൂർത്തിയാക്കി കണ്ണു തുറന്നു. സർവാഭരണങ്ങൾ ധരിച്ച് നിറഞ്ഞ ചിരിയോടെ തന്റെ മുന്നിലിരിക്കുന്ന ദേവീ ചൈതന്യമുള്ള സ്ത്രീരൂപത്തെ കണ്ട് ശിവരാമൻ കൈകൾ കൂപ്പി ആ കാലിൽ തൊട്ടുവന്ദിച്ചു. ശേഷം അവൻ തന്റെ വരവിന്റെ ഉദ്ദേശം അറിയിച്ചു. ആ സമയം മുന്നിലിരുന്ന സ്ത്രീ ചിരിച്ചുകൊണ്ട് ശിവരാമനോടായി പറഞ്ഞു, അമ്മയായി സങ്കല്പിച്ച് നീ എന്നെ വിളിച്ചതല്ലേ? നിന്റെ ആഗ്രഹം എങ്ങനെയാണ് ഞാൻ സാധിച്ചു തരാതിരിക്കുക? യക്ഷി ശിവരാമന്റെ മുന്നിൽ നിന്ന് എണീറ്റ് നടന്നു. ശിവരാമൻ യക്ഷി പിന്തുടർന്നു. ഒപ്പം ശ്രീകൃഷ്ണപ്പരുന്തും. വലിയൊരു ഗുഹയ്ക്ക് മുന്നിൽ ചെന്ന് യക്ഷി നിന്നു. ഗുഹയ്ക്ക് ചുറ്റിനും നിറയെ നാഗങ്ങൾ ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു. ശ്രീകൃഷ്ണപ്പരുന്തിനെ കണ്ടപാടെ ആ നാഗങ്ങൾ അവിടെ നിന്ന് വേഗം ഇഴഞ്ഞു മാറി. യക്ഷി ഗുഹയ്ക്ക് മുന്നിൽ ചാരി വച്ചിരുന്ന വലിയ ഉരുളൻകല്ല് വളരെ നിസ്സാരമായി എടുത്തു മാറ്റി. കല്ല് മാറ്റിയ ഉടനെ ആ ഗുഹയിൽ നിന്ന് കണ്ണ് മഞ്ഞളിക്കുന്ന പ്രകാശം പുറത്തേക്ക് വ്യാപിച്ചു. കണക്കില്ലാത്ത സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും കുന്നുകൂടി കിടക്കുന്നത് കണ്ടപ്പോൾ ശിവരാമൻ ദൂരെ നിന്നുകൊണ്ട് തന്നെ കൈകൂപ്പി തൊഴുതു. കുന്നുകൂടി കിടന്ന സ്വർണ്ണ നാണയ തുട്ടുകൾക്കിടയിൽ പല നിറത്തിലുള്ള രത്നക്കല്ലുകൾ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ശിവരാമന്റെ വിനയം നിറഞ്ഞ പെരുമാറ്റത്തിൽ യക്ഷിക്ക് ഏറെ സന്തോഷമുണ്ടായി. നീ അന്വേഷിച്ചു വന്ന നിധി ഇതാണ്. നിനക്ക് ആവശ്യമുള്ള അത്രയും ഇതിൽ നിന്ന് നിനക്ക് കൊണ്ടുപോകാം. പക്ഷേ യക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ശിവരാമൻ പറഞ്ഞു, എനിക്ക് ഈ നിധിശേഖരത്തിൽ നിന്ന് ഒരു തൊട്ട് നാണയം പോലും വേണ്ട. പകരം ദേവി എന്റെ കൂടെ വരണം. യക്ഷി ലക്ഷ്മിയുടെ മറ്റൊരു അവതാരമാണെന്നാണ് എന്റെ മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചു തന്നത്. ദേവിയെ മാതൃസ്ഥാനത്ത് കണ്ടുകൊണ്ട് ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും ദേവിക്കായി പൂജയും പ്രാർത്ഥനയും നടത്തിക്കോളാം. തടസ്സമൊന്നും പറയാതെ എന്റെ കൂടെ വരണം. കാരിക്കോട് മനയിലെ പൂജാമുറിയിൽ എന്റെ ഉപാസനാമൂർത്തിയായി ദേവി അവിടെ വാഴണം. സ്ത്രീ ലക്ഷ്മിയാണ്. അവൾ വസിക്കുന്നിടത്ത് ധനം കുന്നുകൂടും. എന്റെയും എന്റെ മുത്തച്ഛന്റെയും ആഗ്രഹം നന്നായി അറിയാവുന്ന യക്ഷിയമ്മ എന്റെ ഒപ്പം ഇപ്പോൾ തന്നെ യാത്ര പുറപ്പെടണം. അടുത്ത നിമിഷം ശിവരാമൻ ആ പാലച്ചുവട്ടിലെത്തപ്പെട്ടു. പാലപ്പൂക്കൾ പൂത്തുലഞ്ഞു നിന്ന ആ പാലമര ചുവട് കണ്ട് ശിവരാമന് വല്ലാത്ത സന്തോഷം തോന്നി.
ആ പാലമരത്തിന്റെ അടുത്തുള്ള ഭൂമിക്കടിയിലായിരുന്നു നമ്പി പറഞ്ഞ ആ നിധിശേഖരം ആരുടെയും കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചിരുന്നത്. ശിവരാമന്റെ കൂടെ കൂടി യക്ഷിയെ അയാളുടെ മുന്നിലായി നടന്നു. അയാൾ യക്ഷിയെ അനുഗമിച്ചു. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നപ്പോൾ കരിമ്പനിയുടെ ചുവട്ടിലായി 2 മൃതദേഹങ്ങൾ നെടുകെ പിളർന്ന രീതിയിൽ കിടക്കുന്നതായി കാണപ്പെട്ടു. ആ മൃതദേഹങ്ങൾക്കടുത്തായി മുത്തശ്ശൻ സമ്മാനിച്ച മാർഗരേഖ അടയാളപ്പെടുത്തിയ തുകൽ കഷ്ണം ചോരയിൽ പുരണ്ടു കിടക്കുകയായിരുന്നു. തല വേർപെട്ടു പോയ ആ മൃതദേഹങ്ങൾ ശിവരാമൻ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. തന്റെ ചെറിയച്ഛനായ വിശ്വനാഥന്റെയും അദ്ദേഹത്തിന്റെ മകൻ ബാഹുലേയന്റെ മൃതദേഹങ്ങളായിരുന്നു അവ. ഇരുട്ടിൽ തന്നെ പിന്തുടർന്ന് ആരോ കൂടെയുണ്ടെന്ന് ഇടയ്ക്ക് സംശയിച്ചിരുന്നു. മാർഗരേഖ അടയാളപ്പെടുത്തിയ ആ തുകൽ കഷ്ണം കയ്യിലാക്കി തന്നെ പിന്തുടർന്നത് അപ്പോൾ ഇവരായിരുന്നു. ശിവരാമൻ സങ്കടത്തോടെ ആ മൃതദേഹങ്ങളെ നോക്കി നിന്നു. ശിവരാമ, ഞാൻ നിന്റെ ഒപ്പം കാരിക്കോട് മനയിലേക്ക് തിരിക്കുകയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അത്യാഗ്രഹികൾക്ക് മരണമാണ് ശിക്ഷ. നീ അവരുടെ മരണത്തിൽ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ആ സമയം നീലാകാശത്ത് വട്ടം ചുറ്റിക്കൊണ്ടിരുന്ന ശ്രീകൃഷ്ണ പരുന്ത് പറന്ന് ശിവരാമന്റെ തോളിൽ വന്നിരുന്നു. ശിവരാമന്റെ മുന്നിലായി നടന്ന യക്ഷിയെ കേവലം അവന് മാത്രമേ ദർശിക്കാനാകുമായിരുന്നുള്ളൂ. അളവറ്റ നിധി സൂക്ഷിച്ച യക്ഷി ശിവരാമനൊപ്പം കാരിക്കോട്ടേക്ക് തിരിച്ചു. അനന്തൻകാട്ടിലെ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിധിശേഖരം അന്വേഷിച്ച് അവിടം വരെ എത്തിയാൽ യക്ഷി വീണ്ടും അവിടേക്ക് യാത്രയാകുമെന്ന് ശിവരാമനെ അറിയിച്ചു. കാരിക്കോട് മനയിലെത്തിയ യക്ഷി അവിടുത്തെ പൂജാമുറിയിൽ വാസം ആരംഭിച്ചു. യക്ഷിയെ മാതൃരൂപത്തിൽ കണ്ടുകൊണ്ട് ശിവരാമൻ യക്ഷിപ്രീതിക്കായുള്ള ഉപാസനാരീതികൾ മുറയ്ക്ക് ചെയ്തു പോന്നു. ശിവരാമന്റെ ഉപാസനാരീതികൾ സന്തുഷ്ടയായ യക്ഷി കാരിക്കോടൻ നമ്പി ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്തു. യക്ഷി കാരിക്കോട് മനയിൽ വാസം ആരംഭിച്ചതോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളും മനയിൽ വന്നു ചേർന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ പണ്ട് ഒരുപാട് സ്റ്റോറികൾ പറഞ്ഞിരുന്നില്ലേ? അതെല്ലാം നമുക്ക് ഈ ചാനലിൽ നിന്ന് മാറ്റേണ്ടതായി വന്നിട്ടുണ്ട്. അതിൽ ചില കഥകൾ വീണ്ടും പറയുമോ എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു. അതെല്ലാം തന്നെ സമയം പോലെ ഞാൻ പറയുന്നതാണ്. എന്നാൽ മറ്റൊരു കഥയുമായി വരുന്നതുവരേക്കും ബൈ.